നമ്മുടെ ഒരു റിവിഷൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. യൂഷ്വലി നമ്മൾ എല്ലാ തവണയും റിവിഷൻ ചെയ്യുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മാരത്തൺ ചെയ്യുന്ന സമയത്ത് 3 days ആയിരിക്കും യൂഷ്വലി ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഫുൾ ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഫുൾ സിലബസ് ഒന്ന് ക്വിക്ക്ലി നമ്മൾ പറഞ്ഞു പോകും. ദെൻ സെക്കൻഡ് ആൻഡ് തേർഡ് ഡേയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതിൽ സെക്ഷൻ എയും സെക്ഷൻ ബിയും സെക്ഷൻ സി ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഇത്തവണ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഫുൾ ടോപ്പിക്സ് ആദ്യമേ റിവൈസ് ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോ ക്വസ്റ്റ്യൻസും എടുക്കുന്ന സമയത്ത് അതിൻ്റെ ടോപ്പിക്സ് ബ്രീഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ക്ലിയർ ആയിട്ടൊരു ഒരു ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ പേജിൽ, യൂട്യൂബ് പേജിൽ നമുക്ക് പ്രീവിയസ് സെഷനിലെ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പം ഒരു 3 hours ഫുൾ ടോപ്പിക്സ് റിവൈസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി അതല്ലാതെ പേഴ്സണലി ഏതെങ്കിലും ടോപ്പിക്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി കണക്ട് ചെയ്യാം. സോ നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്സ് റിവൈസ് ചെയ്യാം. അപ്പം നമുക്കറിയാം ഇനി എക്സാമിലേക്ക് വളരെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാവരും ടോപ്പിക്സ് ഒക്കെ റിവൈസ് ചെയ്തിട്ടുണ്ടാവും. മെജോറിറ്റി ആൾക്കാർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും, പഠിച്ചത് സഫീഷ്യൻ്റ് ആണോ, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം ഓരോ സ്റ്റുഡൻസും ഓരോ രീതിയിലായിരിക്കും, ഓരോ പോയിന്റിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പം ഏറ്റവും മിനിമം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും മിനിമം ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളെങ്കിലും നമുക്ക് കവർ ചെയ്യാൻ പറ്റണം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനതിൽ ഇപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ മസ്റ്റായിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ട റിസോഴ്സ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, നമ്മൾ സ്റ്റഡി ഹബ് ഫുൾ വായിക്കണം, അതുപോലെ റിവിഷൻ കിറ്റുകൾ BPP കപ്ലാൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം, പാസ് പേപ്പേഴ്സ് മാക്സിമം കംപ്ലീറ്റ് ചെയ്യണം. ബട്ട് ഇനിയുള്ള ദിവസങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഇനി സഫീഷ്യൻ്റ് ആയിട്ട് ടൈം ഉണ്ടാവില്ല. അപ്പം ഇനി നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏറ്റവും മിനിമം നമ്മൾ ഷോർട്ട് നോട്ട്സ്, അതായത് ഫുൾ ടോപ്പിക്സ് ഒന്ന് ക്വിക്ക്ലി നമുക്കൊന്ന് വായിച്ചു തീർക്കാൻ പറ്റണം. അപ്പം സ്റ്റഡി ഹബ് ഇനി വായിക്കാൻ എന്തായാലും ടൈം ഉണ്ടാവില്ല. അപ്പം ഷോർട്ട് നോട്ട്സ് യൂസ് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒന്നുകൂടെ ഷോർട്ട് നോട്ട്സ് ഗ്രൂപ്പിലേക്ക് അയക്കാം. ഷോർട്ട് നോട്ട്സ് യൂസ് ചെയ്ത് നമ്മുടെ ടോപ്പിക്സ് ഫുൾ ഒന്ന് റിവൈസ് ചെയ്യണം. സ്റ്റഡി ഹബ് വായിക്കാൻ ടൈം ഇല്ലെങ്കിൽ, ഇനിയിപ്പോൾ എന്തായാലും ടൈം ഇല്ലല്ലോ, അപ്പം ഷോർട്ട് നോട്ട്സ് വെച്ച് ഫുൾ ടോപ്പിക്സ് നമുക്കൊന്ന് റിവൈസ് ചെയ്യണം. പിന്നെ സ്റ്റഡി ഹബിലെ ക്വസ്റ്റ്യൻസ്, അതിലെ സെക്ഷൻ എ സെക്ഷൻ ബി ക്വസ്റ്റ്യൻസ് അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മൾ പാസ്റ്റ് പേപ്പേഴ്സ്, പാസ്റ്റ് എക്സാംസ് നോക്കുന്ന സമയത്ത് യൂഷ്വലി സ്റ്റഡി ഹബ് മോഡൽ ക്വസ്റ്റ്യൻസ് പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റഡി ഹബിലെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറയുന്ന റിവിഷൻ കിറ്റിനേക്കാൾ ഇമ്പോർട്ടൻസ് ഇനിയുള്ള ദിവസങ്ങളിൽ സ്റ്റഡി ഹബ് ക്വസ്റ്റ്യൻസിന് കൊടുക്കാം. പിന്നെ പാസ്റ്റ് പേപ്പേഴ്സ് മിനിമം ഒരു 5 years, 2020-25 എങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതുപോലെ തന്നെ എക്സാമിനേഴ്സ് റിപ്പോർട്ട്സ് അവൈലബിൾ ആണ്. ആ എക്സാമിനേഴ്സ് റിപ്പോർട്ട്സിൽ സെക്ഷൻ എ സെക്ഷൻ ബി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് കുറേയൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഏറ്റവും മിനിമം ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്രയും ടോപ്പിക്സ്, മീൻസ് ഇത്രയും റിസോഴ്സ് എങ്കിലും നമുക്ക് കവർ ആവണം. ഇനി ഓൾറെഡി നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആണ്, ലൈക്ക് ഓൾറെഡി ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തു, റിവിഷൻ കിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്ലാനിൽ തന്നെ മുന്നോട്ട് പോക്കോ. ഇൻ കേസ് നമ്മൾ കുറച്ച് ബാക്കിലാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ ഇന്നും നാളെ, ഇപ്പം ഇന്നും അടുത്ത 2 ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എക്സാമിനേഴ്സ് റിപ്പോർട്ട്സിലെ സെക്ഷൻ എ സെക്ഷൻ ബി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ കൂടെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ പാസ്റ്റ് പേപ്പേഴ്സ്, അതിലിപ്പം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള December 25 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ എക്സാമിനേഴ്സ് റിപ്പോർട്ട്സ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിനേഴ്സ് റിപ്പോർട്ട്സും ആയിരിക്കും ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ, അതായത് നിങ്ങൾ 2020-25 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പം ഇതൊക്കെയാണ് നോർമലി നമുക്ക് റിലീസ് ചെയ്തിരിക്കുന്ന, പബ്ലിഷ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സ്റ്റഡി ഹബ് വഴി അല്ലെങ്കിൽ MySC അക്കൗണ്ട് വഴി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നമുക്ക് സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് ആണ്, ഇത് മസ്റ്റായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. ഞാനിത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അതിലെ ടോപ്പിക്സ് റൈറ്റ് സൈഡിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ടോപ്പിക്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കായിട്ട് കാണാൻ പറ്റുന്നത് പെർഫോമൻസ് അനാലിസിസ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ CB എക്സാം ആയതിനു ശേഷം ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പെർഫോമൻസ് അനാലിസിസ് ആണ്. അതിൽ തന്നെ പെർഫോമൻസ് അനാലിസിസിൽ തന്നെ പ്രൈവറ്റ് സെക്ടർ, പബ്ലിക് സെക്ടർ, ഡിവിഷണൽ പെർഫോമൻസ് ആൻഡ് ട്രാൻസ്ഫർ പ്രൈസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാനിത് ആദ്യമേ പറയുന്നത്, നിങ്ങൾ ഇതിന് ആ ഒരു ഏരിയയ്ക്ക്, ആ ഒരു സെക്ഷനിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനിയുള്ള ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഒരു സെക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിലെ ടോപ്പിക്സ് എന്തൊക്കെയായിരുന്നു മെയിനായിട്ട്? റേഷ്യോ അനാലിസിസ് ഉണ്ടായിരുന്നു, നമ്മൾ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർമെന്റ് ഉണ്ടായിരുന്നു, അതുപോലെ നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർമെന്റ് ഉണ്ട്. പിന്നെ അവിടെയാണ് നമ്മൾ ബാലൻസ്ഡ് സ്കോർ കാർഡ്, ബിൽഡിംഗ് ബ്ലോക്ക് മോഡലൊക്കെ പഠിച്ചത്.
പിന്നെ പബ്ലിക് സെക്ടറിലേക്ക് വരുമ്പോൾ വാല്യൂ ഫോർ മണി എന്ന ടെക്നിക്ക് ഉണ്ട്. അത് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ പബ്ലിക് സെക്ടറിന്റെ പെർഫോമൻസ് മെഷർമെന്റ് ഡിഫിക്കൽട്ട് ആവുന്നതിന്റെ കുറച്ച് റീസൺസ് പഠിക്കുന്നുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്, അതും നോക്കണം. പിന്നെ ട്രാൻസ്ഫർ പ്രൈസും അതുപോലെ ഡിവിഷണൽ പെർഫോമൻസിൽ ROI RI പോലത്തെ ടോപ്പിക്സ്, അതുപോലെ ഡിവിഷണൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നന്നായിട്ട് നോക്കണം. അത് വരാനുള്ള പ്രോബിലിറ്റി കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പം നമ്മൾ എക്സാമിനേഴ്സ് റിപ്പോർട്ട്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന എക്സാമിനേഴ്സ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് December 25 എക്സാമിനർ റിപ്പോർട്ട്സ് ആണ്. അപ്പം അതിനകത്ത് ഒരു എക്സാമിനർ റിപ്പോർട്ട് യൂഷ്വലി ഒരു 4 സെക്ഷൻ എ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരു സെക്ഷൻ ബി ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതാണ് എക്സാമിനേഴ്സ് റിപ്പോർട്ട്സിൽ ഉണ്ടാവുക. പിന്നെ സെക്ഷൻ സി ക്വസ്റ്റ്യന്റെ ഒരു അനാലിസിസ് ഉണ്ടാവും. എപ്പോഴും ഇത് വായിക്കുന്നത് നല്ലതാണ്. അതായത് നമ്മൾ ഒരു ഇപ്പോൾ PM എക്സാം ഒക്കെ നോക്കുന്ന സമയത്ത് പാസ് പെർസെൻറ്റേജ് നോർമലി ഇപ്പം കഴിഞ്ഞ ഒരു 5-6 സെഷനെ നോക്കിക്കഴിഞ്ഞാൽ 43, 42, 40 ആ ഒരു റേഞ്ചിലാണ്, അറൗണ്ട് ഒരു 40%ലാണ് പാസ് പെർസെൻറ്റേജ്. എന്തുകൊണ്ട് സ്റ്റുഡൻസ് ഫെയിൽ ആവുന്നു, അല്ലെങ്കിൽ പഠിച്ചു പോയിട്ടും ആൾക്കാർ ഫെയിൽ ആവുന്നത് എന്തുകൊണ്ടാണ്, അതിൽ എക്സാമിനറുടെ കമന്റ് എന്താണെന്നുള്ളത് നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ കോമൺലി വരുന്ന മിസ്റ്റേക്ക് എന്താ, തിയറി സ്കിപ്പ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ എന്താണ് കോമൺ മിസ്റ്റേക്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം റെഗുലർ ആയിട്ട് നിങ്ങൾ നോർമലായിട്ട് നമ്മുടെ എക്സാമിനേഴ്സ് റിപ്പോർട്ട്സ് അനലൈസ് ചെയ്യുമ്പോൾ കോമൺലി വരുന്നൊരു പോയിന്റ്, തിയറി ക്വസ്റ്റ്യൻസ് പ്രോപ്പർലി പലരും ആൻസർ ചെയ്യാറില്ല എന്നുള്ളതാണ്. പിന്നെ ക്വസ്റ്റ്യനിലെ പല കാര്യങ്ങളും വിട്ടുപോകും. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞൊരു ഒരു പോയിന്റ് ഉണ്ടാവും, ചിലപ്പോൾ അത് നോക്കാതെ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ PM ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് അതേ മോഡൽ ആയിരിക്കില്ല എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നുണ്ടാവും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും എന്തെങ്കിലും അഡീഷണൽ അഡ്ജസ്റ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വായിച്ച് നോക്കി അതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മോഡിഫൈ ചെയ്യേണ്ടി വരും. അപ്പം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോയിന്റ്സ് നല്ലപോലെ നോക്കണം, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, കാൽക്കുലേഷൻസ് ചെയ്യുക. പിന്നെ എപ്പോഴും ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും, എസ്പെഷ്യലി സെക്ഷൻ സിയിലോട്ട് വരുമ്പം, കറക്റ്റ് ഓർഡറിൽ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് കറക്റ്റ് ഓർഡറിൽ നമ്മൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം എവിടെയെങ്കിലും വെച്ച് നമ്മൾ സ്റ്റക്ക് ആവും, ബാക്കിയുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഒരു സെക്ഷൻ സി ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൽ ഈസി മാർക്സ് ഏതാണെന്ന് നോക്കുക. അതായത് ഒറ്റയടിക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ഏതാണ്. ചിലപ്പോൾ അത് തിയറി പോയിന്റ്സ് ഉണ്ടാവും, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം അത് ആദ്യം ആൻസർ ചെയ്യും. എപ്പോഴും തിയറി ലാസ്റ്റ് ചെയ്യാം, ടൈപ്പ് ചെയ്യുന്ന എപ്പോഴും ലാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ തിയറി ആയിരിക്കും ഈസി മാർക്ക് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അത് ആൻസർ ചെയ്യാൻ പറ്റണം. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു എന്നുള്ളൂ. ഇത് കൂടാതെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒന്നും കൂടെ ഒരു എക്സാം അപ്രോച്ചും ടെക്നിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും. പിന്നെ സ്റ്റുഡൻസിന്റെ സൈഡിൽ, നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടത്, നമ്മുടെ ACCA ഗ്ലോബൽ എടുത്തു കഴിഞ്ഞാൽ, ACCA ഗ്ലോബൽ എന്ന വെബ്സൈറ്റ് എടുത്താൽ അതിൽ സ്റ്റുഡൻസ് ടാബിനകത്ത് സ്റ്റഡി സപ്പോർട്ട് റിസോഴ്സസ് ഉണ്ടാവും. അതായത് ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ കോമൺ വരുന്ന മിസ്റ്റേക്ക് എന്താ, അല്ലെങ്കിൽ അതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ ACCA സൈറ്റിൽ, ഞാൻ പറയുന്ന ACCA ഗ്ലോബൽ എന്ന സൈറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിച്ചു നോക്കുന്നത് നല്ലതാണ്. നമ്മളൊരു എക്സാമിന് പോകുമ്പം നിങ്ങൾ ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, അതായത് ടോപ്പിക്സ് അല്ല ഞാൻ പറയുന്നത്, എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C, എക്സാമിനർ എന്താണ് നമ്മുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, ഞാൻ ഒരുപാട് ഇനി ബാക്കി കാര്യങ്ങൾ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് വരാം. ബാക്കി നമുക്കുള്ള പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ഏറ്റവും ലാസ്റ്റ് നമ്മുടെ 3rd ഡേയിൽ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിനേഴ്സ് റിപ്പോർട്ട്സ് എടുത്ത് ആദ്യം ഡിസ്കസ് ചെയ്യുകയാണ്. അതിലെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. സെക്ഷൻ എയിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അതിൽ എക്സാമ്പിൾ നമ്പർ 1. അപ്പം നിങ്ങൾ ബ്രീഫായിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക, ഒരു 2 മിനിറ്റ്സിൽ പെട്ടെന്ന് ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കുക, ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ നമ്പർ 1. യെസ്, ക്വസ്റ്റ്യൻ ഓൾറെഡി വായിച്ചിട്ടുണ്ടാവും. എക്സാമ്പിൾ നമ്പർ 1. അപ്പോൾ അതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റേഷ്യോ അനാലിസിലെ കുറച്ച് റേഷ്യോസും കാര്യങ്ങളാണ്. റേഷ്യോസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം റേഷ്യോ അനാലിസിസ് ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. നമ്മുടെ PM പേപ്പറിൽ മാത്രമല്ല, ഒരുപാട് പേപ്പേഴ്സ് അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് റേഷ്യോസ് എന്താണെന്ന് അറിയണം. ഇത് ഡയറക്റ്റ് ഒരു റേഷ്യോ കാൽക്കുലേഷൻ അല്ല, പക്ഷേ റേഷ്യോസ് അറിയാവുന്ന ഒരാൾക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ മെയിൻലി സെക്ഷൻ സിയിൽ റേഷ്യോസിന്റെ ക്വസ്റ്റ്യൻസ് കാണുന്നത് ഒരു സിനാരിയോ തന്ന, അല്ലെങ്കിൽ കമ്പനിയുടെ ഡീറ്റെയിൽസ് തന്നിട്ട് അവിടുത്തെ പെർഫോമൻസ് അസസ് ചെയ്യാൻ പറയാറുണ്ട്. അവിടെ നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുക, നമുക്ക് പറ്റുന്ന റേഷ്യോസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. ആ റേഷ്യോസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതിന്റെ ബേസിൽ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യാറുണ്ട് ഓരോ റേഷ്യോസ്. ഇപ്പം ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എടുത്താൽ അത് കൂടിയോ കുറഞ്ഞോ എന്നത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പനിയുടെ പെർഫോമൻസ് അസസ് ചെയ്യാറുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ ബേസിലല്ല, ഡയറക്റ്റ് കാൽക്കുലേഷൻ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്.
The following figures and ratios relate to the company. Operating profit, profit for the period. Operating profit 6 million, profit for the period 4.2. മേ ബി കുറച്ച് സ്റ്റുഡൻസിന് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവില്ല എന്താണ് ഈ പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ PBIT, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് 6 മില്യൺ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് എന്ന് പറയുന്നത് ഏറ്റവും താഴെ വരുന്നത്, അതായത് ഇൻട്രസ്റ്റും ടാക്സും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് 4.2 മില്യൺ. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ലോങ് ടേം ഡെപ്റ്റ്, ലോങ് ടേം ലോൺ എടുത്തിട്ടുണ്ട് കമ്പനി, അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്, അപ്പൊ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് 4%. പിന്നെ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ബേസ്ഡ് ഓൺ ദി ക്യാരിയിങ് വാല്യൂസ് ഡെപ്റ്റ് ടു ഇക്വിറ്റി 45%. അപ്പം ക്യാപിറ്റൽ ഗിയറിംഗ് അവിടെ യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി എന്നുള്ള ഇക്വേഷൻ ആണ്, അത് 45% ആണ്. ഇൻട്രസ്റ്റ് കവർ റേഷ്യോ 12 ടൈംസ്. കമ്പനി കറന്റ് ഹാസ് നോ ഷോർട്ട് ടേം ബോറോയിങ്സ്. ഷോർട്ട് ടേം ബോറോയിങ്സ് ഒന്നുമില്ല. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കമ്പനിയുടെ ഇക്വിറ്റിയുടെ വാല്യൂ എത്രയാണ്, ഇക്വിറ്റി വാല്യൂ എത്രയാണെന്നുള്ളതാണ്. എത്രയാണ് ഇക്വിറ്റി, ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇക്വിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇപ്പൊ നമുക്ക് ഓൾറെഡി ക്യാപിറ്റൽ ഗിയറിംഗ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഗിയറിംഗ് 45% ആണ്. ലോങ് ടേം ഡെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ലോങ് ടേം ഡെപ്റ്റ് കിട്ടിയാൽ ഇക്വിറ്റിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ലോങ് ടേം ഡെപ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ലോങ് ടേം ഡെപ്റ്റ് കണ്ടുപിടിക്കാൻ ഇൻട്രസ്റ്റ് റേറ്റും തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് കവർ റേഷ്യോയും തന്നിട്ടുണ്ട്. അപ്പം ഇത് വെച്ച് നമുക്ക് ആനുവൽ ഇൻട്രസ്റ്റ് ആദ്യം കണ്ടുപിടിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഒരു വർഷം പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്, ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ലോങ് ടേം ലോൺ എത്രയാണെന്ന് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വിറ്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇൻട്രസ്റ്റ് കവർ റേഷ്യോ ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് കവർ റേഷ്യോ, ഇൻട്രസ്റ്റ് കവറിന്റെ ഇക്വേഷൻ എന്താ? ഇൻട്രസ്റ്റ് കവർ റേഷ്യോയുടെ ഇക്വേഷൻ PBIT അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബൈ ഇൻട്രസ്റ്റ് അല്ലേ. ഇപ്പം കാൽക്കുലേറ്റ് ചെയ്താൽ ഇതിൽ നമുക്ക് ആനുവൽ ഇൻട്രസ്റ്റ് ചാർജ് കിട്ടൂലേ? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാമോ എത്രയാണ് ആനുവൽ ഇൻട്രസ്റ്റ് ചാർജ് വരിക എന്നുള്ളത്? ഇൻട്രസ്റ്റ് കവറിന്റെ വാല്യൂ എത്രയാണ്? 12 ആണ്. ഇൻട്രസ്റ്റ് കവർ റേഷ്യോ 12. 12 ഈക്വൽ ടു PBIT നമുക്കറിയാം, PBIT 6 മില്യൺ ആണ്, ഡിവൈഡഡ് ബൈ ആനുവൽ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിയില്ല, ഇൻട്രസ്റ്റ് ചാർജ് എത്രയാണെന്ന് അറിയില്ല. അപ്പം നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്തൂടെ? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ വാല്യൂ എത്രയായിരിക്കും വരിക? ഒന്നൊന്ന് ചാറ്റിലൊന്ന് പറയാവോ, ഇൻട്രസ്റ്റിന്റെ വാല്യൂ എത്ര വരും എന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാവോ? നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണേ, അപ്പോഴേ നമ്മുടെ സെഷൻ ഇന്ററാക്റ്റീവ് ആവത്തുള്ളൂ. അപ്പം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇൻട്രസ്റ്റിന്റെ വാല്യൂ എത്ര വരും എന്ന് പറയാമോ? യെസ്, 0.5 മില്യൺ. കറക്റ്റ് അല്ലേ? 0.5 ആണോ? 0.5 മില്യൺ ആണോ? എടാ, ആൻസർ കുറെ ആൾക്കാർ അയച്ചിട്ടുണ്ട്. അതിൽ സീറോസ് കൂടിയും കുറഞ്ഞൊക്കെ പോയിട്ടുണ്ട്. കുറെ ആൾക്കാർക്ക് 500,000 ആണ്, കുറെ ആൾക്ക് 50,000 ആണ്. നോക്കണേ. അപ്പം 500,000 ആണ്, അതായത് 0.5 മില്യൺ എന്ന് എടുക്കുക. അപ്പൊ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് നമുക്ക് കിട്ടി. ഇൻട്രസ്റ്റ് എമൗണ്ട് 0.5 മില്യൺ. ഇനി ഇൻട്രസ്റ്റ് ചാർജ് അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റിന്റെ പെർസെൻറ്റേജ് നമുക്കറിയാം. ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ്, ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ്, ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത് 4%. അപ്പൊ നമ്മൾ എത്രയാണ് ലോൺ എടുത്തത്, എത്രയാണ് ലോങ് ടേം ലോൺ എന്ന് അറിയില്ല. അത് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എ എന്ന് എടുക്കുകയാണെങ്കിൽ അതിന്റെ ലോങ് ടേം ലോൺ എത്രയാണെന്ന് അറിയില്ല. അതിന്റെ 4% ആണ് ആനുവൽ ഇൻട്രസ്റ്റ്. അതാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു വർഷം 0.5 മില്യൺ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ലോങ് ടേം ലോൺ കണ്ടുപിടിച്ചൂടെ? ലോങ് ടേം ലോൺ എത്രയായിരിക്കും വരാം? ഒന്ന് പറയാമോ, ചാറ്റിൽ പറയാമോ എത്രയായിരിക്കും ലോങ് ടേം ലോൺ? ലോങ് ടേം ലോൺ എന്താണോ അതിന്റെ 4% ആണ് ഒരു വർഷം നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് 0.5 ആണെങ്കിൽ ലോങ് ടേം ഡെപ്റ്റ് എത്രയായിരിക്കും? ലോങ് ടേം ലോൺ 12.5. 12.5 ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ക്യാപിറ്റൽ ഗിയറിംഗ് അറിയാം. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഗിയറിംഗിന്റെ ഇക്വേഷൻ എന്താ? ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ ഡെപ്റ്റ് ബൈ ഇക്വിറ്റി ആണ്. അപ്പൊ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ 45% അല്ലെങ്കിൽ 0.45 ആണ്. 0.45 ഈക്വൽ ടു എന്താ ഇക്വേഷൻ? ലോങ് ടേം ഡെപ്റ്റ് ബൈ ലോങ് ടേം ഡെപ്റ്റ് എത്രയാ? 12.5 ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. അപ്പം ക്യാപിറ്റൽ ഗിയറിംഗിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.45, 45% ഈക്വൽ ടു ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി.
അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഇക്വിറ്റിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാലോ. സോ ഇക്വിറ്റി വാല്യൂ എത്ര വരും? ഇക്വിറ്റി വാല്യൂ ചാറ്റിൽ പറയാവോ ഇക്വിറ്റി വാല്യൂ എത്രയാന്നുള്ളത്? 27.8. കറക്റ്റ് അല്ലേ? 27.8 ആണ് ഇക്വിറ്റി വാല്യൂ വരുന്നത്. ക്ലിയർ ആണല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ? അപ്പം റേഷ്യോസ് പഠിക്കുമ്പം നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും എന്താ, റേഷ്യോസിന്റെ ഇന്റർപ്രിട്ടേഷൻ കാര്യങ്ങളാണ്. കാരണം സെക്ഷൻ സിയിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. സെക്ഷൻ സിയിൽ എന്താ, ഒരു സിനാരിയോ തന്നിട്ട് റേഷ്യോസ് വെച്ച് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറയും. പക്ഷേ സെക്ഷൻ എയിൽ എന്ത് ചെയ്തു, അതിന്റെ കാൽക്കുലേഷൻ ബേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു. അത് ജസ്റ്റ് ഒരു സിംഗിൾ റേഷ്യോ അല്ല, 2-3 റേഷ്യോസ് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു. അപ്പം ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഈ റേഷ്യോസ് ഒക്കെ തമ്മിലുള്ള കണക്ഷൻ പ്രോപ്പർ ആയിട്ട് അറിയണം. ജസ്റ്റ് നമ്മൾ റേഷ്യോസ് പഠിച്ചാൽ മാത്രം പോരാ, ഇതിന്റെ ഒരു ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആ വാല്യൂസ് വെച്ച് നമുക്ക് ആവശ്യമുള്ള ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം. അപ്പം ആൻസർ നമ്മൾ പറഞ്ഞ 27.8 മില്യൺ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, എക്സാമ്പിൾ നമ്പർ 2. ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആക്ച്വലി കെപ്ലാൻ റിവിഷൻ കിറ്റിലുണ്ട്. അതായത് ജസ്റ്റ് ഇങ്ങനെയാണ്, ഒരു പ്രൊഡക്റ്റിന്റെ ഫസ്റ്റ് യൂണിറ്റിന്റെ അവേഴ്സ് ഉണ്ട്. കെപ്ലാനിലെ ക്വസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് യൂണിറ്റിന്റെ അവേഴ്സ് ഉണ്ട്, സെക്കൻഡ് യൂണിറ്റിന്റെ അടുത്ത അവേഴ്സ് ഉണ്ട്. അതേ മോഡൽ ക്വസ്റ്റ്യൻ ഡിറ്റോ അതേപോലെ തന്നെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ, ഞാനിത് പറഞ്ഞത്, നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും BPP, കെപ്ലാൻ, സ്റ്റഡി ഹബ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പം നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ അതേ മോഡൽ ക്വസ്റ്റ്യൻസ്, ജസ്റ്റ് നമ്പേഴ്സ് മാത്രം മാറി അതേ മോഡൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, എക്സാമിന് വരാം. ഇതൊക്കെ എന്താ, റീസെന്റ് ആയിട്ട് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എത്രത്തോളം നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും. പക്ഷെ ഇനിയുള്ള ടൈം വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പറ്റുന്നതും ഇത്ര റിസോഴ്സ് എങ്കിലും മിനിമം കവർ ചെയ്യണം. പറ്റുമെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇതിന്റെ ഒരു 25 അല്ലെങ്കിൽ ഒരു 50% കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 100% ആക്കാൻ നോക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ക്വസ്റ്റ്യനിലേക്ക് വരാം. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലേണിംഗ് റേറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം ലേണിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് എംപ്ലോയീസ് ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പം ടൈം കുറയുന്ന ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ലേണിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ടാബുലാർ മെത്തേഡോ ഓൾജിബ്രായിക് മെത്തേഡോ യൂസ് ചെയ്യാം. അതിൽ തന്നെ ലേണിംഗ് റേറ്റിന്റെ കാൽക്കുലേഷൻസ് വരാറുണ്ട്. ലേണിംഗ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റൻസ് യൂഷ്വലി ആൻസർ ചെയ്യുന്നത് ടാബുലാർ മെത്തേഡ് വെച്ചിട്ടാണ്. ടാബുലാർ മെത്തേഡിന് ഒരു സ്പെസിഫിക് ഫോർമാറ്റ് ഉണ്ട്. അപ്പം ഏത് ക്വസ്റ്റൻ വന്നാലും ആ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ ആൻസർ ചെയ്യുക. അപ്പൊ ആ ഒരു ഫോർമാറ്റിലേക്ക് ഇതിൽ തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താ തന്നിരിക്കുന്നത്, നമുക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ട്. സോ അതിന്റെ ഫസ്റ്റ് ബാച്ചിന് 1500 അവേഴ്സ് എടുത്തു, സെക്കൻഡ് ബാച്ചിന് 1350 അവേഴ്സ് എടുത്തു. എത്രയാണ് ലേണിംഗ് റേറ്റ്? അപ്പൊ ലേണിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരുന്നു, നമ്മുടെ ക്യുമുലേറ്റീവ് ഔട്ട്പുട്ട് ഡബിൾ ചെയ്യുമ്പം ആവറേജ് ടൈമിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് ലേണിംഗ് റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടാബുലാർ മെത്തേഡിന്റെ അല്ലെങ്കിൽ ടാബുലാർ മോഡലിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഹെഡിങ്സ് വരുന്നത് ഇങ്ങനെയാണ്: ക്യുമുലേറ്റീവ് യൂണിറ്റ്സ്, ആൻഡ് അവിടെ വരുന്ന ക്യുമുലേറ്റീവ് ആവറേജ് ടൈം പെർ യൂണിറ്റ്, ദെൻ ടോട്ടൽ ടൈം, ക്യുമുലേറ്റീവ് ടോട്ടൽ ടൈം. ഇപ്പൊ ക്യുമുലേറ്റീവ് ഔട്ട്പുട്ട് എപ്പോഴും ഡബിൾ ചെയ്താണ് പോവുക. അതായത് ആദ്യം 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ അത് 2 ആവുന്നു, 4 ആവുന്നു, അങ്ങനെയാണ് കാൽക്കുലേഷൻ പോവുക. ഫസ്റ്റ് യൂണിറ്റിന്റെ ആവറേജ് ടൈം ഡയറക്ട്ലി തന്നു. ഫസ്റ്റ് യൂണിറ്റിന്റെ ആവറേജ് ടൈം എന്ന് പറയുന്നത് 1500 അവേഴ്സ് ആണ്. 1500 അവേഴ്സ്. ടോട്ടൽ ടൈം ആവറേജ് ടൈം ഒക്കെ സെയിം തന്നെ. 2 യൂണിറ്റ്സ് ആകുമ്പോൾ ഇവിടെയാണ് ചിലപ്പം കുറച്ച് പേരുടെ ഒരു കാൽക്കുലേഷൻ തെറ്റിയിട്ടുണ്ടാവുക. 2 യൂണിറ്റ്സിന്റെ ആവറേജ് ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അവർക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് എന്താ, സെക്കൻഡ് യൂണിറ്റിന്റെ ടൈമാണ്. സെക്കൻഡ് യൂണിറ്റിന്റെ ടൈം എന്ന് പറയുമ്പോൾ 2 യൂണിറ്റ്സും കൂടെ ടോട്ടൽ എടുത്ത ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് യൂണിറ്റിന് ഓൾറെഡി 1500 എടുത്തു, സെക്കൻഡ് യൂണിറ്റിന് എടുത്ത ടൈം എത്ര, സെക്കൻഡ് യൂണിറ്റിന് 1350 അവേഴ്സ് എടുത്തു. ദാറ്റ് ഇസ് ടോട്ടൽ ടൈം ഫോർ 2 യൂണിറ്റ്സ് 2850 അവേഴ്സ്. ടോട്ടൽ ടൈം ഫോർ 2 യൂണിറ്റ്സ് 2850. സോ ആവറേജ് ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 2850 ഡിവൈഡഡ് ബൈ 2. സോ ആവറേജ് ടൈം 1425.
അപ്പോൾ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആവറേജ് 1500. അത് ഡബിൾ ചെയ്യുമ്പോൾ 2 യൂണിറ്റ്സ് ആകുമ്പോൾ ആവറേജ് ടൈം എത്രയാവുന്നു? 1425 ആവുന്നു. അപ്പം അതിൽ വന്ന പെർസെന്റേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എങ്ങനെ പെർസെന്റേജ് കണ്ടുപിടിക്കുക? 1500ന്റെ എത്രയോ പെർസെന്റേജ് ആണ് 1425. അപ്പോൾ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ 1425 ഡിവൈഡ് ബൈ 1500 ഇൻറ്റു 100 ചെയ്താൽ പെർസെന്റേജ് ആവും. ഡെസിമൽ ആയിട്ട് പറഞ്ഞാൽ 0.95, പെർസെന്റേജിലാണെങ്കിൽ ഇൻറ്റു 100 95% ആയിരിക്കും ലേണിംഗ് റേറ്റ്. 95% ആണ് ലേണിംഗ് റേറ്റ്. ക്ലിയർ ആണോ കാൽക്കുലേഷൻ? ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3. പെട്ടെന്ന് വായിക്കണേ. യെസ്, ക്വസ്റ്റ്യനിലേക്ക് വരാം. സെക്ഷൻ എയിലോ സെക്ഷൻ ബിയിലോ തിയറി ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല എക്സാമിനർ ആൻസറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ചിലപ്പോൾ കറക്റ്റ് ആവാറില്ല. ഞാൻ പറയുന്നത് ഇത് ഈ തിയറി ക്വസ്റ്റ്യൻസ് പല പേഴ്സ്പെക്റ്റീവിൽ ചിന്തിച്ചിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഓരോ ആൻസറിലേക്ക് എത്തുന്നുണ്ടാവുക. അപ്പം ജസ്റ്റ് ഒരു ഒരു പോയിന്റ് നേരെ വായിച്ച് അത് കറക്റ്റ് ആണോ റോങ് ആണോ എന്ന് ചിന്തിക്കുന്നതിന്റെ കൂടെ നിങ്ങൾ ആ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്യേണ്ടി വരും. അതായത് ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എലിമിനേഷൻ മെത്തേഡ് എടുക്കുക. നമുക്ക് ഇപ്പം ഒരു പോയിന്റ് വായിച്ചു, നമുക്ക് ഉറപ്പാണ് ഇത് ഉറപ്പായിട്ടും വരില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റ്ലി ഒഴിവാക്കി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കി അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ ആ ഒരു ചാൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റനിൽ ഡിസ്കസ് ചെയ്തേക്കുന്ന പ്രൈസിംഗ് മെത്തേഡ്സിന്റെ കാര്യമാണ്. എസ്പെഷ്യലി ഫുൾ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് ആണ് വന്നേക്കുന്നത്. എന്താണ് ഫുൾ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ്? നമ്മൾ എക്സ്റ്റേണൽ ഡിമാൻഡോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സോ നോക്കാതെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന്റെ കോസ്റ്റ് എന്താണ്? ഫുൾ കോസ്റ്റ്. ഫുൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റും പെർ യൂണിറ്റ് എടുത്ത് ഫുൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ മേലെ ഒരു പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് സെല്ലിംഗ് പ്രൈസിലേക്ക് എത്തുന്നു. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആഡ് ചെയ്ത് സെല്ലിംഗ് പ്രൈസിലേക്ക് എത്തുന്ന മെത്തേഡാണ് ഫുൾ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ആൻഡ് അപ്പം ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പോയിന്റ്, ദിസ് പ്രൈസിംഗ് മെത്തേഡ് അലോസ് എ ബിസിനസ് ടു സെറ്റ് ലോ ഇനീഷ്യൽ പ്രൈസ് ടു ഗെയിൻ മാർക്കറ്റ് ഷെയർ. ഫുൾ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് ആകുമ്പോൾ ഇനീഷ്യലി പ്രൈസ് കുറച്ച് വെച്ച് പിന്നീട് പ്രൈസ് കൂട്ടുക, അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ ഗെയിൻ ചെയ്യാൻ വേണ്ടി ഇനീഷ്യലി പ്രൈസ് കുറയ്ക്കുന്നു, അങ്ങനെ ഉണ്ടോ? ഇല്ല. ഫുൾ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്നുള്ളത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും നോക്കാതെ ഇന്റേണലി അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് മാത്രം നോക്കിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടെ മാച്ച് ആവുന്ന ഏത് പ്രൈസിംഗ് ടെക്നിക്കുമായിട്ടാണ്? ഇനീഷ്യലി ലോ പ്രൈസ് കൂട്ടി ഇത് കൂടുതൽ മാർക്കറ്റിലേക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്ന ഏതാ? പെനിട്രേഷൻ പ്രൈസിംഗ് ആണ്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ ഒരിക്കലും ഇതിന് മാച്ച് ആവില്ല, ഫുൾ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗിന് മാച്ച് ആവില്ല. സെക്കൻഡ് വൺ, ഒരു സ്യൂട്ടബിൾ പ്രൈസിംഗ് മെത്തേഡ് ഫോർ യൂസ് ബൈ റീറ്റെയിൽ ഓർഗനൈസേഷൻ. മേ ബി ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടൈം ചെയ്യുമ്പം ഇങ്ങനെ ഒരു പോയിന്റ് വന്നാൽ ഇതിപ്പം കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ടാവില്ല. അതായത് സ്യൂട്ടബിൾ ആണെന്നോ അല്ലെന്നോ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല മേ ബി. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി ഇത് ആലോചിച്ചാൽ ചിലപ്പം ആൻസർ കിട്ടണമെന്നില്ല. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് എന്ത് ചെയ്യുക, നമ്മളെല്ലാം നോക്കിയിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന മാറ്റിയിട്ട് ബാക്കിയുള്ളത് വെച്ച് ആലോചിക്കുക, ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യാം. അപ്പം സെക്കൻഡ് ഓപ്ഷൻ ഒരു സ്യൂട്ടബിൾ പ്രൈസിംഗ് മെത്തേഡ് ഫോർ റീറ്റെയിൽ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് റീറ്റെയിൽ ഓർഗനൈസേഷൻ? നമ്മൾ ഇപ്പം ഇപ്പം നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ റീറ്റെയിൽ ഷോപ്പുകൾ, അപ്പം ഇതിനെയാണ് റീറ്റെയിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ അല്ലെങ്കിൽ അങ്ങനെ റീറ്റെയിൽ ആയിട്ടുള്ള കുറെ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഷോപ്പ്, ഒരു ഓർഗനൈസേഷൻ, അവർക്ക് ഫുൾ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ഒരു സ്യൂട്ടബിൾ മെത്തേഡാണ്. അപ്പൊ ഒന്ന് ആലോചിക്കോ, ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ ഉള്ള ഒരു കമ്പനിക്ക് ഓരോ പ്രൊഡക്റ്റിന്റെയും എക്സ്റ്റേണൽ ഡിമാൻഡും നമ്മൾ പറഞ്ഞ ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിംഗ് സ്ട്രാറ്റജി ഒക്കെ യൂസ് ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. നോർമലി എന്തായിരിക്കും ചെയ്യുക, അവർക്ക് വരുന്ന കോസ്റ്റ് എന്താണോ എല്ലാ പ്രൊഡക്റ്റിനെയും കോസ്റ്റ് നോക്കി അതിന്റെ മേലെ ഒരു മാർജിൻ ഇട്ട് ഒരു മാർക്കപ്പ് മാർജിൻ ഇട്ടിട്ടായിരിക്കും എന്ത് ചെയ്യുക, അവർ സെയിൽ ചെയ്യുക. ഒരുപാട് പ്രൊഡക്ട്സ് വരുന്ന സിറ്റുവേഷനിൽ എന്താണോ അവരുടെ കോസ്റ്റ്, ഓരോ പ്രൊഡക്റ്റിനെ കോസ്റ്റ് എന്താണോ അതിന്റെ മേലെ ഒരു പ്രോഫിറ്റ് ഇട്ട് ഒരു സ്റ്റാൻഡേർഡ് മാർജിൻ, ഫോർ എക്സാമ്പിൾ ഏത് പ്രൊഡക്റ്റ് വന്നാലും 20% അല്ലെങ്കിൽ 50%, അങ്ങനെ ഒരു മാർജിൻ ഇട്ടായിരിക്കും നോർമലി എന്ത് ചെയ്യുന്നുണ്ടാവുക, അവർ സെയിൽ ചെയ്യുന്നുണ്ടാവുക. സോ നോർമലി നമുക്ക് വേണമെങ്കിൽ അവർക്ക് അത് സ്യൂട്ടബിൾ ആണെന്ന് പറയാം.
ഇനി ബാക്കി ഓപ്ഷൻസ് കൂടെ വായിച്ചൊരു ആൻസറിലേക്ക് എത്തിയാൽ മതി. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ദിസ് പ്രൈസിംഗ് മെത്തേഡ് വിൽ അലോ എ ബിസിനസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്സ് ഫ്രം ദ സെയിൽ ഓഫ് ദി പ്രൊഡക്റ്റ്. ഈ മെത്തേഡിലാണ് മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെയില്ല, കാരണം എന്താ, നമ്മൾ വേറെ ഫാക്ടേഴ്സ് ഒന്നും നോക്കാതെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് മാത്രം നോക്കിയാണ് പ്രൈസ് ഇടുന്നത്. അപ്പം ഇതാണ് ഏറ്റവും പ്രോഫിറ്റ് മാക്സിമൈസിങ് പ്രൈസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അത് കുറച്ചുകൂടെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ്, നമ്മൾ ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രൈസ് ആണെങ്കിൽ ഇത്ര ഡിമാൻഡ് വരും, ഇത്ര കോസ്റ്റ് വരും, അങ്ങനെ ഒപ്റ്റിമൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് വേറെ പഠിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് കുറച്ചുകൂടെ എൻഷുർ ചെയ്യാൻ പറ്റും എന്താ, ഓക്കെ ഇതാണ് ഒപ്റ്റിമൽ പ്രൈസ് എന്ന് പറയുന്നത്. ഒരിക്കലും ഫുൾ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗിൽ നമുക്കത് എൻഷുർ ചെയ്യാൻ പറ്റില്ല. ഇതായിരിക്കും പ്രോഫിറ്റ് മാക്സിമൈസിങ് പ്രൈസ് എന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1ഉം 3യും എന്തായാലും ആൻസറിലേക്ക് വരില്ല. പിന്നെ 2 ആണ് കുറച്ചുകൂടെ മാച്ച് ആവുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ എ സെലക്ട് ചെയ്യാം, 2 ഓൺലി. ഞാനിത് പറയുന്നത് ഇങ്ങനെ തന്നെ, ഞാനിത് ഇങ്ങനെ പറഞ്ഞതിന്റെ റീസൺ, ഇപ്പം എക്സാമിന് ഈ സെയിം ക്വസ്റ്റ്യൻ വരണമെന്നില്ല. പുതിയൊരു ക്വസ്റ്റ്യൻ വരുമ്പം തിയറി ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് പലപ്പോഴും ഇങ്ങനെ കൺഫ്യൂഷൻ വരാറുണ്ട്. നമുക്ക് പല രീതിയിൽ ചിന്തിച്ചാൽ ചിലപ്പോൾ ഇത് കറക്റ്റ് ആണെന്നോ റോങ് ആണെന്നൊക്കെ ചിലപ്പോൾ തോന്നാം. അപ്പം നമുക്ക് ഉറപ്പുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഇത് ഉറപ്പായിട്ട് തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസ് വെച്ച് എന്ത് ചെയ്യുക, നോക്കുക, എന്നിട്ട് ഒരു ആൻസറിലേക്ക് എത്തുന്നതായിരിക്കും നല്ലത്. ക്ലിയർ അല്ലേ ഇത്? ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 പെട്ടെന്നൊന്ന് വായിച്ചു നോക്കണേ. ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പം ക്വസ്റ്റ്യൻ വായിച്ചു, ഓൾറെഡി ടോപ്പിക് മനസ്സിലായിട്ടുണ്ടാവും. ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബിഗ് ഡാറ്റ ആണ് ടോപ്പിക്. ഇൻഫർമേഷന്റെ സെക്ഷൻ പലപ്പോഴും സ്റ്റുഡൻസ് സ്കിപ്പ് ചെയ്യാറുണ്ട്, അതായത് അത്ര ക്വസ്റ്റ്യൻസ് വരാറില്ല എന്ന് വിചാരിച്ചത്. പക്ഷെ ഉറപ്പായിട്ടും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാരണം നമ്മൾ റീസെന്റ് എക്സാംസ് നോക്കുമ്പോൾ എപ്പോഴും ഈ ഇൻഫർമേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് സെക്ഷൻ എയിലോ സെക്ഷൻ ബിയിലോ സെക്ഷൻ സിയിലോ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടോ ചോദിക്കാറുണ്ട്. അപ്പം ഒരിക്കലും ഇൻഫർമേഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇൻഫർമേഷൻ അതുപോലെ തന്നെ എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ് പലപ്പോഴും സ്റ്റുഡൻസ് വിചാരിക്കും ഇതൊന്നും വരില്ല, അല്ലെങ്കിൽ കാര്യമായിട്ട് വലിയ മാർക്കിനൊന്നും വരില്ല എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, മിനിമം ഒരു 2 മാർക്കിന് വരാറുണ്ട്. അത് അതിന്റെ ഒരു പ്രാക്ടിക്കൽ റെലവൻസും കൂടെ വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ടോപ്പിക്സ് നല്ലപോലെ നോക്കിയിട്ട് വേണം പോകാൻ. ഇവിടെ ബിഗ് ഡാറ്റ എന്ന് പറയുന്നത് ഇൻഫർമേഷന്റെ ചാപ്റ്ററിലെ ബിഗ് ഡാറ്റ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ബിഗ് ഡാറ്റ എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ കോസ്റ്റുകൾ, അതിന്റെ ബെനിഫിറ്റ്സ്, അതിന്റെ യൂസസ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബിഗ് ഡാറ്റ പിരമിഡ് ആണ്. അപ്പം ബിഗ് ഡാറ്റ പിരമിഡ് എന്താ? ബിഗ് ഡാറ്റ പിരമിഡ് എന്ന് പറയുന്നത് ബിഗ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ ഒരു ഡിസിഷൻ മേക്കിംഗിലേക്ക് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ 4 ലെവൽസ് അല്ലെങ്കിൽ 4 സ്റ്റേജസിനെയാണ് നമ്മൾ ബിഗ് ഡാറ്റ പിരമിഡ് എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യത്തെ സ്റ്റേജിനെ നമ്മൾ ഡാറ്റ എന്നാണ് പറയുക. റോ ഐറ്റം, നമ്മൾ കളക്ട് ചെയ്യുന്ന റോ ഐറ്റം ആണ് ഡാറ്റ. അതൊരു ഡിസിഷനിലേക്ക് എത്തണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ പ്രോസസ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കാവുന്നതാണ്. എന്താണ് ഇൻഫർമേഷൻ? ആ ഡാറ്റ പ്രോസസ് ചെയ്യുമ്പോൾ നമുക്ക് റിലേഷൻഷിപ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രൈസും ഡിമാൻഡും കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അത് പ്രോസസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ കുറേ നാളത്തെ ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽ ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഈ 2 കാര്യങ്ങൾ പ്രൈസും ഡിമാൻഡും കണക്റ്റഡ് ആണെന്ന് മനസ്സിലാവും. അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയാം. അതിന്റെ നെക്സ്റ്റ് ലെവലിലാണ് നമ്മൾ നോളജ് എന്ന് പറയുന്നത്. എന്താണ് നോളജ്? നമ്മൾ ആ കാര്യം തന്നെ ഡീറ്റെയിൽഡ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ പ്രൈസ് ഇത്ര മാറിയാൽ ഡിമാൻഡ് ഇത്ര, ആ പ്രോപ്പർ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, നോളജ് എന്ന് പറയുക. ആൻഡ് ആ കാര്യം നമ്മൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക്, ഫോർകാസ്റ്റിംഗിലേക്ക് യൂസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ വിസ്ഡം എന്ന് പറയുക. ഇതാണ് 4 സ്റ്റേജ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡാറ്റ വെച്ച്, അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വിസ്ഡം ആണ്. അതായത് ഫൈനലി അത് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിനോ ഫോർകാസ്റ്റിങ്ങിനോ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ വിസ്ഡം എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: The big data pyramid can show the stages of transformation of initial unstructured data into information that can be used for reliable decision making and accurate forecasting. Identify by clicking on the relevant boxes in the table below whether the following statements regarding the stages of big data pyramid are true or false. First one, wisdom stage. Value is added by the use of insights. നമുക്ക് കിട്ടിയ ഇൻസൈറ്റ്സ് വെച്ച് വാല്യൂ ആഡ് ചെയ്യുന്ന വെച്ചാൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മളതൊരു ഡിസിഷൻ ആക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഫോർകാസ്റ്റ് ചെയ്യുന്നു എന്ന മീനിങ്ങിലാണ് വാല്യൂ ഈസ് ആഡഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം വിസ്ഡം എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കിട്ടിയ ആ ഡാറ്റ, ഇൻഫർമേഷൻ, നോളജ് വഴി ഫൈനലി കിട്ടിയ ആ ഇൻസൈറ്റ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസിഷൻ മേക്കിങ്ങോ ഫോർകാസ്റ്റിങ്ങോ ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ വിസ്ഡം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, വാല്യൂസ് ആഡഡ് ബൈ ദി യൂസ് ഓഫ് ഇൻസൈറ്റ്സ്. അതിനെയാണ് നമ്മൾ വിസ്ഡം സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മളതൊരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് കൊണ്ടുവരുന്നു, അപ്പോഴാണ് നമ്മൾ അതിനെ വിസ്ഡം എന്ന് പറയാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് വൺ, information stage demonstrate how connections and links could be applied.
എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളത് എന്തല്ല ഇൻഫർമേഷൻ സ്റ്റേജിൽ അവർ തമ്മിൽ കണക്ഷൻ ഉണ്ടോ, എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക ശരിക്കും ഇൻഫർമേഷൻ എന്ന് പറയാം. ദെൻ തേർഡ്, അപ്പം സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. തേർഡ് വൺ, നോളജ് സ്റ്റേജ് ഹൈലൈറ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് റിലേഷൻഷിപ്പ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് കുറച്ചും കൂടെ എന്താണോ എങ്ങനെയാണോ ഓരോരുത്തരും മാറുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇൻഡെപ്ത് മനസ്സിലാവുമ്പോഴാണ് നമ്മൾ അതിനെ നോളജ് എന്ന് പറയുക. അപ്പൊ അതും എന്താവുന്നില്ല ഇതുമായിട്ട് ജസ്റ്റ് റിലേഷൻഷിപ്പ് ഹൈലൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നതിനെ നമുക്ക് നോളജ് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നതിനെ നമുക്ക് ഇൻഫർമേഷൻ എന്നാണ് കുറച്ചുകൂടെ പറയാൻ പറ്റുക. അപ്പം ഓപ്ഷൻ പോയിന്റ് സി എന്താവുന്നില്ല, കറക്റ്റ് ആവുന്നില്ല. അപ്പൊ കുറച്ചും കൂടെ മാച്ച് ആവുന്ന ഏതാണ്, കറക്റ്റ് ആവുന്ന ഏതാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്, വിസ്ഡം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്നുകൂടെ പറയാണ്. നമുക്ക് കിട്ടുന്ന റോ ഐറ്റത്തിന് ഡാറ്റ എന്ന് പറയുന്നു, അത് പ്രോസസ് ചെയ്ത് റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നു. റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ എയും ബിയും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്ന് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അത് ഇൻഡെപ്ത് മനസ്സിലാക്കി എ ഇത്ര മാറിയാൽ ബി ഇത്ര മാറും, എ എത്രത്തോളം മാറിയാൽ ബി എത്രത്തോളം മാറും എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ളൊരു ക്ലാരിറ്റി കിട്ടുന്നതിനെയാണ് നമ്മൾ നോളജ് എന്ന് പറയുന്നത്. ദെൻ അത് വെച്ച് നമ്മളൊരു ഡിസിഷനിലേക്കോ അല്ലെങ്കിൽ അത് വെച്ച് കാര്യങ്ങൾ ഫോക്കാസ്റ്റ് ചെയ്യുന്നു, പ്രഡിക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ വിസ്ഡം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പം ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കുക എന്താ ഈ ഏരിയാസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഫർമേഷൻ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് പഠിക്കണം, റിവൈസ് ചെയ്യണം. ഫുൾ സ്റ്റഡി ഹബ് ഒന്നും വായിക്കാൻ ടൈമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഷോർട്ട് നോട്ട്സ് യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ. ദെൻ പറ്റുമെങ്കിൽ ഈ ഒരു ഫയല് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് വേണമെങ്കിൽ അയക്കാം. ഈ ഒരു ഫയല് ഇതിന്റെ ആൻസേഴ്സും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് ഓപ്ഷൻ ബി എന്ന് മനസ്സിലാക്കുകയല്ല, ജസ്റ്റ് എന്തുകൊണ്ട് ഓപ്ഷൻ എ വന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ബി കറക്റ്റ് ആയില്ല അതും കൂടെ നമ്മൾ പഠിക്കണം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, ജസ്റ്റ് നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടെ വായിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിലെ സെക്ഷൻ ബി ക്വസ്റ്റ്യൻ, ഒരു സെക്ഷൻ ബി ക്വസ്റ്റ്യൻ ആണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ആ സെക്ഷൻ ബി ക്വസ്റ്റ്യനിലേക്ക് വരാം. പെട്ടെന്നൊന്ന് ക്വസ്റ്റ്യൻ വായിക്കണേ. പ്രിന്റർ യൂണിവേഴ്സ് കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം സിനാരിയോ ആദ്യം വായിക്കുക, അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. യെസ്, ഓക്കെ. സിനാരിയോ വായിച്ചല്ലോ, നമുക്ക് സിനാരിയോ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സബ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സിനാരിയോ ഇങ്ങനെയാണ്. Company is launching a new printer called Zone. It has invested 300,000 for the development and launch. The expected demand is 500 units at a selling price of $500. The target profit is the higher of 25% profit markup and 20% of investment per unit. ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു പുതിയ പ്രൊഡക്റ്റ്, അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്, എക്സ്പെക്ടഡ് സെല്ലിംഗ് പ്രൈസ്, എക്സ്പെക്ടഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ്, പിന്നെ ടാർഗറ്റ് പ്രോഫിറ്റ് എത്രയാണ് പെർ യൂണിറ്റ് പ്രോഫിറ്റ് വേണ്ടത്. എയ്തർ 25% മാർക്കപ്പ്, 20% ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇതിലേതാണോ ഹയർ എമൗണ്ട് അതാണ് നമുക്ക് വേണ്ടത്. ഇതിലേതാണോ ഹയർ എമൗണ്ട് ഇതാണ് വേണ്ടത്. ഓക്കെ. ദെൻ പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പം അതിന് എന്തൊക്കെ റിസോഴ്സ് വേണം, ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ റിസോഴ്സ് വേണം, അതിൽ എത്രയാണ് എമൗണ്ട് വേണ്ടത്, എത്രയാണ് കോസ്റ്റ് വരും. അപ്പോൾ ഗ്ലാസ് 1 kg അതിന്റെ പെർ കെ ജിയുടെ കോസ്റ്റ്, മെറ്റൽ 1 kg $30 per kg, പ്ലാസ്റ്റിക് 2 kg $40 per kg. അതിൽ നോട്ടും കൂടെ വായിക്കാൻ പറഞ്ഞു. എന്താ നോട്ടിൽ പറയുന്നത്, എമൗണ്ട് ഓഫ് പ്ലാസ്റ്റിക് റിക്വയർഡ് ഫോർ ഈച്ച് പ്രൊഡക്റ്റ് ഇസ് ബിഫോർ അലോയിങ് ഫോർ എ നോർമൽ ലോസ് ഓഫ് 20% ഓൺ ദി പ്ലാസ്റ്റിക് യൂസ്ഡ്. അപ്പം തന്നിരിക്കുന്ന 2 kg എന്ന് പറയുന്നത് നോർമൽ ലോസ് ഇൻക്ലൂഡ് ചെയ്യാതെയുള്ള എമൗണ്ട് ആണ്. അപ്പം നോർമൽ ലോസും കൂടെ വരുന്നുണ്ട്. ദെൻ മെഷീനിങ് കോസ്റ്റ് 2 hours $20 per hour, സ്കിൽഡ് ലേബർ 2 hours $40 per labor hour. ഇത്രയും ഡീറ്റെയിൽസിന് അപ്പം ഒരു പ്രിന്ററിന്റെ പ്രൊഡക്റ്റ് കോസ്റ്റിന്റെ ഡീറ്റെയിൽസ് തന്നു. അടുത്തത് ഒരു കാട്രിഡ്ജിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. കമ്പനി ഒരു പുതിയ കാട്രിഡ്ജ് ഡെവലപ്പ് ചെയ്തു, Z1. ദെൻ അതിന്റെ പ്രോഫിറ്റ് മാർജിൻ 25% ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് മാർജിൻ. പ്രോഫിറ്റ് മാർജിൻ എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നത് മാർക്കപ്പ് അല്ല, മാർജിൻ ആണ്. സെല്ലിംഗ് പ്രൈസ് $110. Company is known for the durability of its printer cartridge and wants to ensure Z1 is also long lasting. ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആവണം, ലോങ് ലാസ്റ്റിംഗ് പ്രൊഡക്റ്റ് ആവണം എന്നാണ് കമ്പനിയുടെ ഒബ്ജക്റ്റീവ്. ദെൻ Z1ന്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് തരുന്നു. അതിൽ വരുന്ന റിസോഴ്സ് എന്തൊക്കെയാണ്, അതിൽ വരുന്ന എമൗണ്ട് എത്രയാണ്, ഇതിന്റെ കോസ്റ്റ് എത്രയാണ്.
ഇത്രയും ഡീറ്റെയിൽസ് അതിനകത്ത് തന്നിട്ടുണ്ട്. ദെൻ ആഫ്റ്റർ സെയിൽ സർവീസ്, following feedback from customers, companies planning to start a dedicated department to provide after sale service team to its customers. it it plans to use target costing for the setting up of this department. അപ്പോൾ അവിടെ ആഫ്റ്റർ സെയിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ നമ്മൾ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് ഒരു ടാർഗറ്റ് കോസ്റ്റിംഗ് സെറ്റപ്പ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബ്രീഫായിട്ടൊന്ന് പറയുകയാണെങ്കിൽ, ഒരു കമ്പനി അവരുടെ പുതിയ പ്രൊഡക്റ്റ് ഉണ്ട്, രണ്ട് പ്രൊഡക്ട്സ് പോലെ പറഞ്ഞിട്ടുണ്ട്, പ്രിന്ററും ഉണ്ട്, അതിന്റെ കാറ്ററിജും ഉണ്ട്, പിന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ടാർഗറ്റ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. Question number 1. Which of the following types of control is target costing an example of? അപ്പം ഓപ്ഷനിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രോൾസ്, ഫീഡ്ബാക്ക് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ടാർഗറ്റ് കോസ്റ്റിംഗ് ഏത് ടൈപ്പ് ഫീഡ്ബാക്ക് കൺട്രോൾ ആണ്? അപ്പൊ എന്താണ് ബേസിക്കലി ഫീഡ്ബാക്ക് കൺട്രോൾ? ഫീഡ്ബാക്ക് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ റിസൾട്ടുകൾ ബേസ് ചെയ്ത്, നോർമലി റിസൾട്ട് നോക്കി അതിന്റെ ബേസിൽ കറക്റ്റീവ് ആക്ഷൻ ചെയ്യുന്നതിനാണ് നോർമലി നമ്മൾ ഫീഡ്ബാക്ക് കൺട്രോൾ എന്നുകൊണ്ട് മീൻ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ റിസൾട്ട് നോക്കി നമ്മൾ കറക്റ്റീവ് ആക്ഷൻ കൊണ്ടുവരാം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റുക അല്ലെങ്കിൽ ബെറ്റർ ആക്കുക എന്നുള്ളതാണ് ഫീഡ്ബാക്ക് കൺട്രോൾ കൊണ്ട് മീൻ ചെയ്യുന്നത്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. പോസിറ്റീവ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആക്ച്വൽ റിസൾട്ട് കിട്ടിയത് നല്ല റിസൾട്ടാണ്, അതായത് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നു, പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നു. സോ കാര്യങ്ങളെല്ലാം അതേ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത പോലെ തന്നെ പോകാം, ഒരു കറക്റ്റീവ് ആക്ഷൻ ആവശ്യമില്ല. ഏതാണെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താ? നെഗറ്റീവ് റിസൾട്ട് ആണ്, അത് ചെയ്ത കാര്യങ്ങൾ പ്രോപ്പർ അല്ല, കറക്റ്റ് അല്ല, അങ്ങനെയാണെങ്കിൽ വീണ്ടും മാറ്റി ചെയ്യേണ്ടി വരും. അതായത് കറക്റ്റീവ് ആക്ഷൻ വേണ്ടി വരുന്ന ഫീഡ്ബാക്ക് ആണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് ആ നോർമൽ മീനിങ് തന്നെ, പോസിറ്റീവ് ആണെങ്കിൽ നല്ലതാണ്, നെഗറ്റീവ് ആണെങ്കിൽ മോശമാണ്, അത്ര തന്നെ. പിന്നെ ഡബിൾ ലൂപ്പ് ഉണ്ട്, ഓപ്ഷൻസിലുള്ള കാര്യങ്ങളാണ് ഡബിൾ ലൂപ്പും സിംഗിൾ ലൂപ്പും ഉണ്ട്. ഡബിൾ ലൂപ്പ് ഫീഡ്ബാക്ക്, സിംഗിൾ ലൂപ്പ് ഫീഡ്ബാക്ക് എന്താണ്? ശ്രദ്ധിച്ചേക്ക്. ഇപ്പൊ നമ്മള് ചില കാര്യങ്ങൾ പ്രോപ്പർ റിസൾട്ട് വന്നില്ല, നമ്മൾ കാര്യങ്ങൾ വീണ്ടും ചെയ്യുന്ന സമയത്ത് ചില സിറ്റുവേഷൻസിൽ നമ്മൾ ചെയ്ത കാര്യം തന്നെ ഒന്നും കൂടെ മാറ്റി ചെയ്താൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം പെട്ടെന്ന് മനസ്സിലാവാൻ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടുതൽ സ്റ്റുഡൻസ് വരാൻ നമ്മൾ രണ്ട് ഓപ്ഷൻ കണ്ടു. ഒന്നുകിൽ നമുക്ക് നന്നായി മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസിന്റെ ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാം. ഈ രണ്ട് സ്ട്രാറ്റജിയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്നു അഡ്വർടൈസ്മെന്റ് കൊടുക്കാം, മാർക്കറ്റിംഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തു, എന്നിട്ട് റിസൾട്ട് നോക്കി സ്റ്റുഡൻസിന്റെ നമ്പർ കൂടിയിട്ടില്ല. അപ്പൊ എന്ത് മനസ്സിലായി? നമ്മൾ വിചാരിച്ച ടാർഗറ്റിലേക്ക് എത്തിയില്ല. നമ്മൾ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ കറക്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് പറയാം മാർക്കറ്റിംഗ് എന്ന സ്ട്രാറ്റജി ഓക്കെ ആയിരുന്നു, പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ യൂസ് ചെയ്ത റിസോഴ്സസ് കറക്റ്റ് ആയില്ല. അങ്ങനെയാണെങ്കിൽ ആ റിസോഴ്സസ് മാത്രം എന്ത് ചെയ്താൽ മതി? ഇത് മാറ്റിയാൽ മതി. ഹോൾ സ്ട്രാറ്റജി മാറ്റണ്ട, റിസോഴ്സ് മാത്രം ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. ഇതിനെയാണ് നമ്മൾ സിംഗിൾ ലൂപ്പ് ഫീഡ്ബാക്ക് എന്ന് പറയാം. ഡബിൾ ലൂപ്പ് എന്തായിരിക്കും? അപ്പോൾ നിങ്ങൾ സ്ട്രാറ്റജി മൊത്തത്തിൽ മാറ്റി, മൊത്തം കാര്യങ്ങൾ ആദ്യം തൊട്ട് ഫുൾ പ്ലാൻ മാറ്റി ചെയ്യേണ്ടി വരും. ഇതിനാണ് നമ്മൾ എന്ന് പറയുക ഡബിൾ ലൂപ്പ് ഫീഡ്ബാക്ക് എന്ന് പറയുക. അതായത് നിങ്ങളുടെ റിസോഴ്സസ് മാത്രം മാറ്റിയാൽ മതി, സ്ട്രാറ്റജിയും ബാക്കിയെല്ലാം ഓക്കെയാണ്, ജസ്റ്റ് റിസോഴ്സസ് മാത്രം മാറ്റിയാൽ മതിയെങ്കിൽ അതിനെയാണ് സിംഗിൾ ലൂപ്പ് എന്ന് പറയുക. എന്താണ് ഡബിൾ ലൂപ്പ്? മൊത്തം കാര്യങ്ങൾ, അതായത് ഇൻക്ലൂഡിങ് സ്ട്രാറ്റജി സ്റ്റാർട്ടിങ് തൊട്ട് എല്ലാം മാറ്റേണ്ടി വരുമെങ്കിൽ അതിനെയാണ് നമ്മൾ ഡബിൾ ലൂപ്പ് ഫീഡ്ബാക്ക് എന്ന് പറയുക. പിന്നെയുള്ള ഒരു ടേം ഫീഡ് ഫോർവേഡ് കൺട്രോൾ ആണ്. എന്താണ് ഫീഡ് ഫോർവേഡ് കൺട്രോൾ? ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. ഫീഡ് ഫോർവേഡ് കൺട്രോൾ എന്ന് പറയുന്നത് ആക്ച്വൽ റിസൾട്ട് നോക്കി ചെയ്യുന്ന ഒരു കൺട്രോൾ അല്ല. അതായത് ബാക്കിയെല്ലാം നമ്മൾ എന്താ റിസൾട്ട് നോക്കി ചെയ്യുന്നതായിരിക്കും. അതായത് റിസൾട്ട് നമ്മളൊരു കാര്യം ചെയ്തു, അതിന്റെ റിസൾട്ട് നോക്കിയാണ് ചെയ്യുന്നത്. ഫീഡ് ഫോർവേഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് റിസൾട്ട് വെച്ച് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യും. ഇപ്പം ഞാനൊരു മൂവി ഡയറക്റ്റ് ചെയ്യാണ്, ഈ മൂവി ഇപ്പം ഞാൻ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് വെച്ച സീൻസ് വെച്ച് മാർക്കറ്റിലേക്ക് ഇറക്കിയാൽ ഇത് ഹിറ്റ് ആവോ, ഹിറ്റ് ആവില്ല എന്ന് എനിക്ക് ഇപ്പോഴേ മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് ഫീഡ് ഫോർവേഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ആ ടേംസ് എല്ലാം ക്ലിയർ ആയോ? ഇനി ഇതിൽ ടാർഗറ്റ് കോസ്റ്റിംഗ് ഏത് ടൈപ്പാണ്? അപ്പോൾ ടാർഗറ്റ് കോസ്റ്റിംഗ് ബേസിക്കലി എന്താ? നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പ് എല്ലാം ആദ്യമേ പ്ലാൻ ചെയ്യുന്നു, നമ്മൾ കോസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നു. ഇൻ കേസ് ആ കോസ്റ്റ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യുന്നു. അതായത് നിങ്ങളുടെ കോസ്റ്റ് കൂടുതലാണെന്ന് തോന്നിയാൽ ആക്ച്വൽ കോസ്റ്റ് വരുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റീവ് ആക്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഫോർകാസ്റ്റ് റിസൾട്ട് വെച്ചല്ലേ നമ്മൾ കറക്റ്റീവ് ആക്ഷൻ ചെയ്യുന്നത്. സോ ഏതാണ് കറക്റ്റ് ആൻസർ? ഫീഡ് ഫോർവേഡ് കൺട്രോൾ ആണ് കറക്റ്റ് ആൻസർ. എന്തുകൊണ്ടാണെന്നുള്ള ക്ലിയർ അല്ലേ? ടാർഗറ്റ് കോസ്റ്റിംഗിൽ ആക്ച്വൽ റിസൾട്ട് ബേസ് ചെയ്തല്ല, എല്ലാം നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിട്ടാണ്. കോസ്റ്റ് കൂടുതലാണെന്ന് തോന്നിയാൽ നമ്മൾ കോസ്റ്റ് ആദ്യമേ തന്നെ കുറയ്ക്കുകയാണ്. അത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടല്ല, ഡിസൈൻ ഫേസിൽ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ എന്താ, നമ്മൾ ഫോർകാസ്റ്റ് റിസൾട്ട് വെച്ച് കറക്റ്റീവ് ആക്ഷൻ കൊണ്ടുവരുന്നു. സോ അത് എന്ത് ടൈപ്പാണ്? ഫീഡ് ഫോർവേഡ് കൺട്രോൾ ആണ്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി
അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. നമ്മൾ ഈ സെക്ഷൻ ബി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സെക്ഷൻ ബിയിലോ സെക്ഷൻ സിയിലോ കാൽക്കുലേഷൻ പ്ലസ് തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും യൂഷ്വലി ഉണ്ടാവുക. അപ്പം സെക്ഷൻ എയിലാണെങ്കിലും ബിയിലാണെങ്കിലും കുറച്ച് കാൽക്കുലേഷൻ കുറച്ച് തിയറി ക്വസ്റ്റ്യൻ. ഇപ്പം ഞാൻ സെക്ഷൻ ബി ആണ് എടുത്തു പറയുന്നത്. സെക്ഷൻ ബിയിൽ എപ്പോഴും ഇപ്പം ഏതെങ്കിലും ഒരു കാൽക്കുലേഷൻ റിലേറ്റഡ് ടോപ്പിക് ആണ് വരുന്നതെങ്കിൽ വേരിയൻസോ അല്ലെങ്കിൽ എ ബി സിയോ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങോ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് കുറച്ച് തിയറി ക്വസ്റ്റ്യൻ കുറച്ച് കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും. തിയറി ക്വസ്റ്റ്യൻസ് എപ്പോഴും പൊതുവെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഒരു ട്രെൻഡ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ചിലപ്പോൾ തിയറി ക്വസ്റ്റ്യൻസ് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് ഇപ്പം ഈ ക്വസ്റ്റ്യൻ നമ്പർ 1 ഈ സിനാരിയോ വായിച്ചില്ലെങ്കിൽ സിനാരിയോ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ചില തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ കാൽക്കുലേഷൻ അങ്ങനെയല്ല. ഫുൾ വാല്യൂസ് നോക്കി ഫുൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ആൻസറിലേക്ക് വരുന്നത്. പ്ലസ് കാൽക്കുലേഷന്റെ അടുത്തൊരു റിസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി, ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അത് റിസ്ക് ആണ്. അതെന്താ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ അപ്പൊ നമ്മൾ അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് അത് കിട്ടിയിട്ട് വേണം സെക്കൻഡിലേക്ക്. അപ്പൊ അത്രയും ടൈം അവിടെ പോകും. ഇനി കറക്റ്റ് ആണെങ്കിലും നമുക്ക് 2 മാർക്കല്ലേ കിട്ടുന്നുള്ളൂ. അപ്പം ബെറ്റർ ഓപ്ഷൻ എന്താ, മിനിമം ടൈമിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്. നോർമലി തിയറി ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിരിക്കും. അതായത് നിങ്ങൾ ആദ്യമേ വായിച്ചു നോക്കിയാലും ലാസ്റ്റ് വായിച്ചു നോക്കിയാലും ഒരേ നിങ്ങൾക്ക് ആ ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഇത് ഞാൻ പറഞ്ഞു മനസ്സിലായി വിചാരിക്കുന്നത്. അതായത് സിനാരിയോ വായിച്ചില്ലെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. സിനാരിയോ വായിച്ചത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നും ചിലപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവണമെന്നില്ല, തിയറി ക്വസ്റ്റ്യൻസിൽ. അപ്പം ബെറ്റർ തിയറി ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അതായത് സിനാരിയോ വായിച്ചു, നിങ്ങൾ ഒരു തവണ ക്വസ്റ്റ്യൻ വായിച്ചു, ജസ്റ്റ് ബ്രീഫ് ആയിട്ട് ക്വസ്റ്റ്യൻ നോക്കുമല്ലോ. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു തവണ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ 100% ഒന്നും മനസ്സിലാവില്ല, കുറേയൊക്കെ വിട്ടുപോകും. അപ്പൊ ക്വസ്റ്റ്യൻ ഒരു തവണ വായിച്ചിട്ട് തിയറി ക്വസ്റ്റ്യൻസ് ഒറ്റയടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതങ്ങ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഇതിൽ ഒരു തിയറി ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു ഇല്ലേ, 2 തിയറി ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ 4 ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ 4 ഓക്കെ, നമ്മൾ കറക്റ്റ് ഓർഡറിലല്ല ചെയ്യുന്ന. എന്തുകൊണ്ടാണ്, നമ്മൾ ഇപ്പൊ നിങ്ങൾ ഇതേ മെത്തേഡ് തന്നെ മെയിൻ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെക്ഷൻ ബി ക്വസ്റ്റ്യൻ വരുമ്പം തിയറി ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആണെങ്കിൽ അത് ആദ്യമേ ആൻസർ ചെയ്യും. അതാണ് സേഫ്. എന്തുകൊണ്ടാണ്, നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തിട്ട് തിരിച്ച് ഒന്നുകൂടെ പറയണം, ഒരു റിസ്ക് കൂടെ പറയാണ്. കാൽക്കുലേഷൻ ചെയ്തിട്ട് തിരിച്ച് തിയറി ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം ഈ കാൽക്കുലേഷൻ കുറച്ച് ടഫ് ആണെങ്കിൽ നമ്മൾ കുറെ ആലോചിച്ച് തിരിച്ചും മറിച്ച് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ലാസ്റ്റ് ഓൾറെഡി മൈൻഡിൽ ഉണ്ടായിരുന്ന പഠിച്ച കാര്യങ്ങൾ ഇപ്പം മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, ടെൻഷൻ കാരണം. ഇതാവുമ്പം നമുക്ക് നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്ത ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് തിയറി ക്വസ്റ്റൻ വരുന്നതെങ്കിൽ നമുക്ക് നേരെ പോയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. വലിയ പ്രശ്നമില്ലാതെ ചിലപ്പോൾ കറക്റ്റ് ആൻസർ കിട്ടും. അപ്പൊ ആ ഒരു അപ്രോച്ച് എക്സാമിനും ഫോളോ ചെയ്യുക. ഈസി ക്വസ്റ്റ്യൻസ് സെക്ഷൻ ബി ആണ് ഞാനിപ്പോൾ എടുത്തു പറയുന്നത്. അതിലെ തിയറി ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആണെങ്കിൽ അത് ആദ്യം ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 ഒന്ന് വായിച്ചു നോക്കാവോ പെട്ടെന്ന്. ഓക്കെ, ക്വസ്റ്റ്യൻ 4 എങ്ങനെയായിരുന്നു? വിച്ച് ടു ഓഫ് ദി ഫോളോയിങ് ആക്ടിവിറ്റീസ് ഷുഡ് കമ്പനി അണ്ടർടേക്ക് ടു ക്ലോസ് ദി കോസ്റ്റ് ഗ്യാപ്പ് ഓഫ് ദി കാട്രിഡ്ജ്? കോസ്റ്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പം കോസ്റ്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാനുള്ള മെത്തേഡ്സ്, ജനറൽ മെത്തേഡ്സ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ടാർഗറ്റ് കോസ്റ്റിംഗിൽ നമ്മളൊരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജനറലി നമ്മൾ അതിന്റെ കോസ്റ്റ് കുറയ്ക്കാനുള്ള കുറച്ച് ഓപ്ഷൻസ് ചെയ്യാറുണ്ട്. അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് ഒക്കെ കുറയ്ക്കാൻ നോക്കുക, എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക, ബൾക്ക് പർച്ചേസ് ഡിസ്കൗണ്ട്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കുക, ഡിഫറെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ബട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരിക്കലും അതിന്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യരുത്. ക്വാളിറ്റി കുറയാത്ത രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, കോസ്റ്റ് കുറയ്ക്കാൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്, അപ്പം കോസ്റ്റ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇൻക്രീസ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ്. സെല്ലിംഗ് പ്രൈസ് കൂട്ടുക എന്നുള്ളത് ഒരിക്കലും ഫീസിബിൾ ഓപ്ഷൻ അല്ല. എന്തുകൊണ്ടാണ്, മാർക്കറ്റ് നോക്കിയിട്ട് അതിന് ആപ്റ്റ് ആയിട്ട് ഒരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്തു. അപ്പൊ അത് പിന്നെയും കൂട്ടുക എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് വീണ്ടും നമ്മുടെ സെയിൽ കുറയും. അപ്പൊ നമ്മൾ ഓൾറെഡി സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്തുകൊണ്ട് തിരിച്ച് അത് പോയിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. സെല്ലിംഗ് പ്രൈസ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ടാർഗറ്റ് കോസ്റ്റിംഗിൽ മാർക്കറ്റ് നോക്കി സ്യൂട്ടബിൾ ആയിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് സ്യൂട്ടബിൾ പ്രൈസ്, അത് പിന്നെ മാറ്റി കഴിഞ്ഞാൽ കാര്യമില്ല. സെക്കൻഡ് വൺ, റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഇങ്ക് സപ്ലൈഡ് ഇൻ ദി കാട്രിഡ്ജ്. കാട്രിഡ്ജിലേക്കുള്ള ഇങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു.
ഇപ്പൊ നമ്മളൊരു പ്രിന്ററിലെ കാറ്ററിഡ്ജ് ആണ് പറയുന്നത്, അതിലെ ഇങ്ക് കുറയ്ക്കുന്നത്. അപ്പൊ എന്ത് പറ്റും? അതിന്റെ ക്വാളിറ്റി, അതിന്റെ എൻ വാല്യൂവിനെ എഫക്ട് ചെയ്യല്ലേ? ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പം കാറ്ററിഡ്ജ് വിട്ടേക്ക് ഒരു പെൻ അല്ലെങ്കിൽ അതിന്റെ റീഫില്ല് അവർ ഇങ്ക് കമ്പനി ഇങ്ക് കുറവാണ് വരുന്നത്, അപ്പൊ അതിന്റെ ക്വാളിറ്റി കുറയല്ലേ? കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡ് ആവാൻ ചാൻസ് ഇല്ലേ? അപ്പം അതൊരു എന്തല്ല വയബിൾ ആയിട്ടുള്ള ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. അപ്പൊ അതും എടുക്കാൻ പറ്റില്ല. അപ്പം എയും ബിയും എടുക്കാൻ പറ്റില്ല, പിന്നെ സി എം ഡി എ ഉള്ളൂ, രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ അത് തന്നെ ആയിരിക്കും ആൻസർ. സിയിലേക്ക് വന്നാൽ നെഗോഷിയേറ്റ് ബൾക്ക് പർച്ചേസ് ഡിസ്കൗണ്ട് വിത്ത് ദി കേസിംഗ് സപ്ലയർ. സപ്ലയറോട്, അതായത് ആ പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഐറ്റത്തിന്റെ സപ്ലയറുമായിട്ട് എന്ത് ചെയ്യുക? നെഗോഷിയേറ്റ് ചെയ്യുക. ഇപ്പം സപ്ലയറുമായിട്ട് ഏതൊരു കോമ്പണന്റ് സപ്ലയറായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് പ്രൈസ് കുറച്ചാൽ അത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്, നമ്മുടെ കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം അത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ അക്സെപ്റ്റ് എ ലോവർ പ്രോഫിറ്റ് മാർജിൻ ബീങ് അച്ചീവ്ഡ് ഓൺ ദി കാറ്ററിഡ്ജ്. പ്രോഫിറ്റ് മാർജിൻ കുറയ്ക്കുക. നോക്കാം, ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ചെയ്യണേ. 4 ഓപ്ഷനിൽ നിന്ന് ഒരെണ്ണമാണ് സെലക്ട് ചെയ്യാൻ പറയുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ്. 2 ആൻസർ സെലക്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് സി ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം? ബൾക്ക് പർച്ചേസ് ഡിസ്കൗണ്ട്സ്, ബൾക്ക് ഡിസ്കൗണ്ട് കിട്ടുമോ നോക്കാം. പിന്നെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഒരു ഓപ്ഷൻ പ്രോഫിറ്റ് മാർജിൻ കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ കോസ്റ്റ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. പ്രോഫിറ്റ് മാർജിൻ കുറയ്ക്കുമ്പോൾ അതിനനുസരിച്ച് എന്താവും? നമ്മുടെ ടാർഗറ്റ് കോസ്റ്റ് കുറച്ചുകൂടെ കൂടും. അപ്പം എസ്റ്റിമേറ്റഡ് കോസ്റ്റും ടാർഗറ്റ് കോസ്റ്റും ഓൾമോസ്റ്റ് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഗ്യാപ്പ് ഉണ്ടാവില്ല. അതും തന്നിരിക്കുന്നതിൽ അതും ഒരു ഓപ്ഷനാണ്. എയും ബിയും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് ഫീസിബിൾ ആയിട്ട് ഓപ്ഷൻസ് സിയും പിന്നെ ഡിയും ആണ്. 2 ഓപ്ഷൻ എടുക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിയും കൂടി എടുക്കേണ്ടി വരും. പ്രോഫിറ്റ് മാർജിൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ഗ്യാപ്പ് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ബട്ട് അത് എല്ലായ്പ്പോഴും സ്യൂട്ടബിൾ ആവണമെന്നില്ല. ഇപ്പൊ ഡിമാൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് ആണ്, അതായത് ഒരിക്കലും പ്രോഫിറ്റബിലിറ്റി കുറയ്ക്കാൻ സമ്മതിക്കാത്ത ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആവില്ല. പക്ഷെ ജനറലി ഇപ്പൊ ഇതിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം എയും ബി എന്തായാലും പറ്റില്ല. പിന്നെ സി എൻ ബി എ ഉള്ളൂ. അതിൽ 2 ആൻസർ എടുക്കാൻ പറഞ്ഞാൽ സിയും ഡിയും തന്നെ നമുക്ക് എടുക്കാം. ഞാൻ ഇങ്ങനെ പറയുന്നത്, ഇതേ ക്വസ്റ്റ്യൻ തന്നെ 4 ഓപ്ഷൻസ്, ഇതേ ഓപ്ഷൻസിൽ ഒരു ആൻസർ ആണ് പറഞ്ഞെങ്കിൽ സി മാത്രമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. അതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. ഇതും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി, ഡയറക്റ്റ് ആണോ നോക്കുക. ഡയറക്റ്റ് ആണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 പെട്ടെന്ന് വായിച്ചു നോക്കണേ. Question: which of the following is not a characteristic of service and therefore a reason why company may find it difficult to apply target costing to its after sale service department? സർവീസിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്ത ഒരു പോയിന്റ് ഏതാണ്? സർവീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്ത ഒരു പോയിന്റ്. അപ്പം സർവീസ് ഇൻഡസ്ട്രിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാ? ഇൻടാഞ്ചിബിൾ ആണ്, ഫിസിക്കലി കാണാനോ തൊടാനോ പറ്റുന്നില്ല, പിന്നെ ഹെട്രോജീനിക് ആണ്, ഓരോ തവണയും അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും, ഐഡന്റിക്കൽ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നെ സൈമൾട്ടേനിയസ് ആണ്, പ്രൊഡക്ഷനും അതായത് ഉണ്ടാക്കുന്നതും റിസീവ് ചെയ്യുന്നതും ഒരേ സമയത്തായിരിക്കും. പിന്നെ അതിന്റെ കോസ്റ്റ് നേച്ചർ, അതിൽ ഇൻഡയറക്ട് കോസ്റ്റുകൾ, ഫിക്സഡ് കോസ്റ്റുകളൊക്കെ കൂടുതലായിരിക്കും. ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഓപ്ഷൻസിലേക്ക് നോക്കിയാൽ ഇൻടാഞ്ചിബിലിറ്റി ഓഫ് ദി സർവീസ്, ഇൻടാഞ്ചിബിൾ ആണത്, ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. നമുക്ക് ക്യാരക്ടറിസ്റ്റിക് അല്ലാത്ത പോയിന്റ് ആണ് വേണ്ടത്. പ്രൊഡക്ഷൻ ആൻഡ് കൺസംപ്ഷൻ ഓഫ് സർവീസ് ഒക്കെ സൈമൾട്ടേനിയസ് ആണ്, അതും ക്യാരക്ടറിസ്റ്റിക് ആണ്. ദി ക്വാളിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് ദി സർവീസസ് ഹോമോജീനസ്. എന്താണ് ഹോമോജീനസ്? ഒരേപോലെ ആയിരിക്കും എന്നുള്ള മീനിങ്ങിലാണ് ഹോമോ നമ്മൾ പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഹെട്രോ. ഡിഫറെന്റ് ആണെങ്കിൽ ഹെട്രോജീനിയസ് എന്ന് പറയും. സർവീസസ് നോർമലി എന്താ? ഹെട്രോജീനസ് ആണ്, ഒരിക്കലും ഒരേപോലെ ആവില്ല. ഇപ്പൊ ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെ ആയിരിക്കില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ മാരത്തോൺ സെഷൻ പോലെ ആയിരിക്കില്ല ഈ മാരത്തോൺ സെഷൻ ഉണ്ടാവുക. അതിൽ പല കാരണം മാറും, ടൈം മാറും, അതിലെടുക്കുന്ന ക്വസ്റ്റ്യൻസ് മാറും, പല രീതിയിൽ എന്തുണ്ടാവും? ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് ഐഡന്റിക്കൽ ആയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവര് പറയുന്നത് അത് ഹോമോജീനസ് ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും എന്നാണ്. അത് തെറ്റാണ്. അത് സർവീസ് ഇൻഡസ്ട്രിയുടെ ക്യാരക്ടറിസ്റ്റിക് അല്ല. ലാസ്റ്റ് വൺ, ദ സർവീസ് പ്രൊവൈഡഡ് കനോട്ട് ബി സ്റ്റോർഡ് ആൻഡ് യൂസ്ഡ് അറ്റ് എ ലേറ്റർ ഡേറ്റ്. അത് സർവീസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമ്മൾ പറയുന്ന പോയിന്റ് ആണ് പെരിഷബിൾ ആണെന്നുള്ളത്. അതായത് ബൾക്കായിട്ട് വാങ്ങാനോ പിന്നീട് യൂസ് ചെയ്ത് അങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. പെരിഷബിൾ ആണ് സർവീസ്. അപ്പൊ അതും ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്ത പോയിന്റ് ഏതാ? സി മാത്രമാണ് ക്യാരക്ടറിസ്റ്റിക് അല്ലാത്ത പോയിന്റ്. ക്ലിയർ അല്ലേ? ഞാനിത് പറഞ്ഞത് ഇങ്ങനെ ചില ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഡയറക്റ്റ്ലി നമ്മൾ പഠിച്ച ടോപ്പിക് അല്ലേ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ.
അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ നമ്മൾ വെറുതെ തല പുകഞ്ഞ് വലിയ കാൽക്കുലേഷൻ നോക്കാതെ തന്നെ ആദ്യത്തെ ഒരു 5 മിനിറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഈ 10 മാർക്സിൽ നിന്ന് ഒരു 6 മാർക്സ് വരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റനും ഇങ്ങനെയാണെന്നല്ല, ബട്ട് ഇത് എക്സാമിന് വന്നതാണേ. അപ്പൊ നമ്മൾ വെറുതെ റിവിഷൻ കിട്ടില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റൻ എവിടെ നിന്ന് എടുത്തതല്ല, ഓൾറെഡി വന്ന ക്വസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കാതെ പാനിക് ആവാതെ ഈസി ക്വസ്റ്റ്യൻസ് എടുത്താൽ തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യന്റെ ഒരു 50-60% സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ. ഇനിയിപ്പോ കാൽക്കുലേഷൻ ഉണ്ട്, അതുകൊണ്ട് വായിച്ചു നോക്കി ചെയ്താൽ മതി. അപ്പം ഈ ഒരു അപ്രോച്ച് എടുക്കണേ. സെക്ഷൻ ബി ക്വസ്റ്റനിൽ ഈ ഒരു അപ്രോച്ച് എടുക്കാൻ പറ്റുമോ നോക്കുക. ഈസി ക്വസ്റ്റ്യൻസ്, തിയറി ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യാൻ പറ്റില്ല, അതായിരിക്കും ബെറ്റർ. ഇനി നമുക്ക് അതിന്റെ കാൽക്കുലേഷൻസും കൂടെ ചെയ്യാനുണ്ട്. കാൽക്കുലേഷൻസ് ഒരു കാര്യം കൂടെ, ഞാൻ ഈ പറഞ്ഞതിൽ എല്ലാ തിയറി ക്വസ്റ്റനും ഡയറക്റ്റ് ആവണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ സിനാരിയോ കണക്ട് ചെയ്തിട്ടായിരിക്കും എഴുതുന്നുണ്ടാവുക. എന്നാലും തിയറി ക്വസ്റ്റൻസ് പൊതുവേ ഡയറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ഡയറക്റ്റ് അല്ല, സിനാരിയോ വായിക്കേണ്ടി വരും ഒന്നും കൂടെ, അത്രേ ഉള്ളൂ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 3. What is the maximum rate per gram of ink which company can pay to avoid a cost gap for the cartridge? അപ്പം ഇങ്കിന് മാക്സിമം എത്രയാണ് റേറ്റ് 1 ഗ്രാമിന് കൊടുക്കാൻ പറ്റുക നമുക്ക് കോസ്റ്റ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യണമെങ്കിൽ? ഈ ക്വസ്റ്റ്യനും ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഒരെണ്ണം നമ്മുടെ കെപ്ലാൻ കിറ്റിൽ ഉണ്ടായിരുന്നു. അതായത് സെക്ഷൻ ബി ആയിട്ടല്ല, ഒരു സെക്ഷൻ എ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു പ്രൊഡക്റ്റ് കുറച്ച് കോസ്റ്റ് ഒക്കെ തന്നിട്ട് കോസ്റ്റ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ ലേബർ അവേഴ്സിന്റെ റേറ്റ് എത്രയാണ് മാക്സിമം കൊടുക്കാൻ പറ്റുക, അതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ ക്ലാസ്സിലൊക്കെ നോർമലി ചെയ്തിട്ടുണ്ട്. അപ്പം അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ നല്ലപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ അതേ മോഡൽ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം. അപ്പം സിമ്പിൾ ആയിട്ട് അതിന് മാർക്ക് കിട്ടൂലേ. അപ്പൊ ഇവിടെ നമുക്ക് കോസ്റ്റ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യണം കാട്രിഡ്ജിന്റെ. അങ്ങനെയാണെങ്കിൽ എത്രയാണ് റേറ്റ് പെർ ഗ്രാം വരാം? അപ്പൊ നമുക്ക് കോസ്റ്റ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്തിനോട് ഈക്വൽ ആവണം? ടാർഗറ്റ് കോസ്റ്റിനോട് ഈക്വൽ ആവണം. കാട്രിഡ്ജിന്റെ കാര്യത്തിൽ പ്രൊഡക്റ്റ് മാറിപ്പോകരുത്. പ്രിന്ററും ഉണ്ട്, കാട്രിഡ്ജും ഉണ്ട്. കാട്രിഡ്ജിന്റെ കാര്യത്തിൽ എത്രയാണ് ടാർഗറ്റ് കോസ്റ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം കാട്രിഡ്ജിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ടാർഗറ്റ് കോസ്റ്റ് എങ്ങനെ എടുക്കും? അപ്പം എങ്ങനെയാണ്? സെല്ലിംഗ് പ്രൈസ് 110 ആണ്. പിന്നെ പ്രോഫിറ്റ് മാർജിൻ 25% ആണ്. അങ്ങനെയാണെങ്കിൽ കാട്രിഡ്ജിന്റെ ടാർഗറ്റ് കോസ്റ്റ് എത്രയായിരിക്കും? ടാർഗറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ സെല്ലിംഗ് പ്രൈസ് 110 ആണ്. 110 ആണ്. അതിന്റെ 25% മാർജിൻ കഴിഞ്ഞാൽ ബാക്കി 75% ആയിരിക്കില്ല അതിന്റെ കോസ്റ്റ് ഉണ്ടാവുക, ടാർഗറ്റ് കോസ്റ്റ് ഉണ്ടാവുക. 110 സെല്ലിംഗ് പ്രൈസ്, 25% പ്രോഫിറ്റ്. അപ്പോൾ അത് മൈനസ് ചെയ്താൽ ബാക്കി 75% എടുത്താൽ, ഇതിന്റെ 75% എടുത്താൽ അതായിരിക്കും നമ്മുടെ ടാർഗറ്റ് കോസ്റ്റ്. സോ 82.5 ആയിരിക്കും ടാർഗറ്റ് കോസ്റ്റ്. ഇനി അപ്പം നമുക്ക് മാക്സിമം എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എത്ര വരാൻ പാടുള്ളൂ? മാക്സിമം എസ്റ്റിമേറ്റഡ് കോസ്റ്റ് അതിനോട് ഈക്വൽ ആയിട്ട് വരണം. ഇത് എമൗണ്ട് തന്നെ മാക്സിമം വരാൻ പാടുള്ളൂ. അപ്പോഴാണ് കോസ്റ്റ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇനി കാട്രിഡ്ജിന്റെ കാര്യത്തിൽ എന്തൊക്കെ കോസ്റ്റ് വന്നിട്ടുണ്ട്? അതിൽ നമുക്ക് ഇങ്കിന്റെ കോസ്റ്റ് കൂടാതെ ബാക്കിയുള്ള കോസ്റ്റുകൾ എടുക്കാം. അപ്പം കറണ്ട് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ കോസ്റ്റുകൾ എടുക്കാം? നമുക്ക് കാസിങ്ങിന്റെ കോസ്റ്റ് വരുന്നത് $10. പിന്നെ പ്രിന്റ് ഹെഡ് വരുന്നത് ഒരെണ്ണം, അതിന് $16. പിന്നെ മെഷീനിങ് കോസ്റ്റ് 1.5 അവേഴ്സ് ആണ്, $20 ആണ്. അപ്പോൾ 1.5 × 20. ഇതായിരിക്കും വിത്തൗട്ട് ഇങ്ക് കോസ്റ്റ്. ഇങ്കിന്റെ കോസ്റ്റ് കൂട്ടാതെ നമുക്ക് എത്രയായിരിക്കും? 56 ആണ് മാക്സിമം വരാം. ഇങ്കിന്റെ കോസ്റ്റ് കൂട്ടാതെ മാക്സിമം 56 വരാം. സോറി, ഇപ്പൊ വരുന്നത് 56 ആണ്. ഇനി നമുക്ക് മാക്സിമം പറ്റുന്ന കോസ്റ്റ് എത്രയാണ്? 82.5 ആണെന്ന് പറഞ്ഞു. അപ്പൊ മാക്സിമം ഇങ്കിന്റെ
മാക്സിമം കോസ്റ്റ് എത്ര എടുക്കാം? ഇങ്കിന്റെ മാക്സിമം കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ എത്രേ വരാൻ പാടുള്ളൂ ടോട്ടൽ? 82 ആണ് മാക്സിമം, 82.5 ആണ് മാക്സിമം വരേണ്ടത്. അതിൽ ഇങ്ക് കൂട്ടാതെ തന്നെ 56 വന്നു. അപ്പൊ ഇങ്കിന് മാത്രം 26.5 ആണ് മാക്സിമം വരാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഇങ്ക് എത്ര യൂസ് ചെയ്യുന്നുണ്ട്? ഇങ്കിന്റെ യൂസേജ് എത്രയാ? ഇങ്കിന്റെ യൂസേജ് 0.5 ഗ്രാം അല്ലേ? 0.5. ഒന്നും കൂടെ പറയാണ്, കറന്റ്ലി ഉള്ള ടാർഗറ്റ് കോസ്റ്റ് 82.5 ആണ്. കോസ്റ്റ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യണമെങ്കിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് 82.5 വരണം. നമ്മൾ നോക്കി ഇങ്കിന്റെ കോസ്റ്റ് ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്കിന്റെ കോസ്റ്റ് കൂടാതെ തന്നെ 56 വരുന്നുണ്ട്. സോ ഇങ്കിന്റെ കോസ്റ്റ് മാക്സിമം എത്ര വരാൻ പാടുള്ളൂ? 26.5 വരാൻ പാടുള്ളൂ. അപ്പം 0.5 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 0.5ന് 26.5, 0.5 ഗ്രാമിന് 26.5 കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ക്വസ്റ്റനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് 1 ഗ്രാമിന്റെ അല്ലെ? 1 ഗ്രാമിന്റെ പെർ ഗ്രാമിന്റെ കോസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാമിന്റെ കോസ്റ്റ് പെർ ഗ്രാം എത്ര വരും മാക്സിമം? 53. അപ്പോൾ 1 ഗ്രാമിന് മാക്സിമം 53 ആണ് കോസ്റ്റ് വരാൻ പാടുള്ളൂ. ഓപ്ഷൻ എ. ക്ലിയർ ആണോ കാൽക്കുലേഷൻ? കോസ്റ്റ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇങ്കിന്റെ കോസ്റ്റ് എത്ര വരണം? അതും ഗ്രാമിന് എത്ര വരണം? അപ്പം ഇങ്കിന്റെ കോസ്റ്റ് മാക്സിമം 26.5 നമുക്ക് വരാൻ പാടുള്ളൂ. അത് 0.5 ഗ്രാമിന്. അപ്പൊ 1 ഗ്രാമിന് മാക്സിമം 53. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2 ടാർഗറ്റ് കോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രിന്ററിന്റെ ടാർഗറ്റ് കോസ്റ്റ്. ടാർഗറ്റ് കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് സെല്ലിംഗ് പ്രൈസ് വേണം. ടാർഗറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം സെല്ലിംഗ് പ്രൈസ് വേണം. സെല്ലിംഗ് പ്രൈസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? ഇത് പ്രിന്ററിന്റെ ആണേ. പ്രിന്ററിന്റെ സെല്ലിംഗ് പ്രൈസ്, ടാർഗറ്റ് ചെയ്യുന്ന സെല്ലിംഗ് പ്രൈസ് $500 ആണ്. ഇനി നമുക്ക് ടാർഗറ്റ് പ്രോഫിറ്റ് അറിയണം. ടാർഗറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എത്രയാണ്? ടാർഗറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹയർ ഓഫ് 25% പ്രോഫിറ്റ് മാർക്കപ്പ് ഓർ 20% ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് മാർക്കപ്പ് ആണെങ്കിൽ എത്രയാണ് വരിക? 25% പ്രോഫിറ്റ് മാർക്കപ്പ് ആണെങ്കിൽ. അപ്പോൾ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോഫിറ്റ് മാർക്കപ്പ് ആണെങ്കിൽ പ്രോഫിറ്റ് എത്ര വരും? ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം പ്രോഫിറ്റ് മാർക്കപ്പ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് എന്താണോ അതിന്റെ മേലെ, കോസ്റ്റിന്റെ മേലെ 25% പ്രോഫിറ്റ് എടുത്ത് സെല്ലിംഗ് പ്രൈസിലേക്ക് വരണം. അപ്പോൾ കോസ്റ്റ് എക്സ് ആണെങ്കിൽ എക്സിന്റെ മേലെ 25% കൂടെ ആഡ് ചെയ്തിട്ട് എക്സിന്റെ 125% ആയിരിക്കും സെല്ലിംഗ് പ്രൈസ്. 500 ആണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ അവിടുത്തെ ടാർഗറ്റ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 500 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 25 ചെയ്താൽ നമുക്ക് ടാർഗറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നുകൂടെ പറയുന്നു, പ്രോഫിറ്റ് മാർക്കപ്പ് ആണെങ്കിൽ എക്സ് ആണ് കോസ്റ്റ് എന്ന് വിചാരിക്കാം. എക്സിന്റെ 25% കൂടെ നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആയിട്ട് ആഡ് ചെയ്യും. അങ്ങനെ എക്സിന്റെ 125% ആയിരിക്കും സെല്ലിംഗ് പ്രൈസ്. അപ്പം അതിനനുസരിച്ച് പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പം 500 എന്ന് പറയുന്നത് 125% ആണെങ്കിൽ 25% എന്ന് പറയുന്നത് 100 ആയിട്ടായിരിക്കും വരിക. ഒന്നുകിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ, ഇതാണ് ഒരു ഓപ്ഷൻ വരുന്നത്. പ്രോഫിറ്റ് മാർക്കപ്പ് ആണെങ്കിൽ വരുന്ന പ്രോഫിറ്റ്. പിന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം ഇതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പെർ യൂണിറ്റിന്റെ 20%. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 300,000 ആണ് ഇൻവെസ്റ്റ്മെന്റ്. യൂണിറ്റ്സ് 500. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് പെർ യൂണിറ്റ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ്. ഇൻവെസ്റ്റ്മെന്റ് പെർ യൂണിറ്റ്, ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വരുന്നത് ടോട്ടൽ 300,000 ഡിവൈഡ് ബൈ 500 ചെയ്താൽ പെർ യൂണിറ്റ് 600. അതിന്റെ 20%. സോ ഇതിൽ ഹയർ എമൗണ്ട് എന്ന് പറയുന്നത് ഏതാ? 120 അല്ലേ ഹയർ എമൗണ്ട്? പ്രോഫിറ്റ് മാർക്കപ്പും അതുപോലെ 20% ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുക. അതിലെ ഹയർ എമൗണ്ട് ആണ് എടുക്കുന്നത്. അപ്പോൾ 120 ആയിരിക്കും ടാർഗറ്റ് പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ ടാർഗറ്റ് കോസ്റ്റ്
സെല്ലിംഗ് പ്രൈസ് മൈനസ് ടാർഗറ്റ് പ്രോഫിറ്റ്. സോ ഇതായിരിക്കും ടാർഗറ്റ് കോസ്റ്റ് വരിക 380. ക്ലിയർ അല്ലേ? ഓക്കെ. ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിനേഴ്സ് റിപ്പോർട്ട്സിലെ സെക്ഷൻ എ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, സെക്ഷൻ ബിയിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതിൽ 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അത് ഫുൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു സെക്ഷൻ സി ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്, സെപ്റ്റംബർ ഡിസംബർ സെഷനിലെ സെക്ഷൻ സി ക്വസ്റ്റ്യൻ. സെപ്റ്റംബർ ഡിസംബർ സെഷനിലെ കെയ്ലീൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. അപ്പം അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്ന് വായിക്കണമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ അതിലെ റിക്വയർമെന്റ് ആദ്യം വായിക്കുകയാണ്. ഫസ്റ്റ് റിക്വയർഡ് വരുന്നത് ഇങ്ങനെയാണ്: calculate the contribution to sales ratio for each of the 3 models and the overall weighted average contribution to sales ratio. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഡിഫറെന്റ് പ്രൊഡക്ട്സ് കൊടുത്തിട്ടുണ്ട്, ആ ഡിഫറെന്റ് പ്രൊഡക്ട്സിന്റെ ഇൻഡിവിജ്വൽ സി എസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, പ്ലസ് വെയ്റ്റഡ് ആവറേജ് സി എസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. നോട്ടിൽ പറഞ്ഞു ഷോ ദി കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോസ് ആസ് ഡെസിമൽ ഫിഗേഴ്സ് ടു 3 ഡെസിമൽ പ്ലേസസ്. അത് വായിച്ച് അതുപോലെ തന്നെ ചെയ്യണം. എക്സാമിന് പലരും അത് പ്രോപ്പറായിട്ട് വായിക്കാതെ നേരെ പെർസെൻറ്റേജ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ റിക്വയർമെന്റ് ആണ്, 3 മാർക്സിന്റെ റിക്വയർമെന്റ് ആണ്, പക്ഷെ നോട്ടിൽ അവർ പറഞ്ഞു ഡെസിമൽ ആയിട്ട് കൊടുക്കണം, 3 ഡെസിമൽസിലേക്ക് ആൻസർ ചെയ്യണം. അപ്പം ഇതൊരു സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ട്സിന്റെ സെയിൽസ് റവന്യൂ, അതുപോലെ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് ഒക്കെ ഡയറക്ട്ലി തന്നിട്ട് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആണിത്. പിന്നെ റിക്വയർഡ് ബി, calculate the margin of safety as a percentage for the company and explain the implications of margin of safety percentage for the company. കമ്പനിയുടെ മാർജിൻ ഓഫ് സേഫ്റ്റി പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം, അതിന്റെ ഇംപ്ലിക്കേഷൻസ്, റെലവൻസ് എന്താണെന്നുള്ളത് പറയണം. നോട്ടിൽ ഒരു കാര്യം പറഞ്ഞു, ഷോ ദ മാർജിൻ ഓഫ് സേഫ്റ്റി പെർസെൻറ്റേജ് ടു 1 ഡെസിമൽ പ്ലേസ്. റിക്വയർഡ് സി, അതിൽ ഫസ്റ്റ് വൺ, ബേസ്ഡ് ഓൺ കറന്റ് സെല്ലിംഗ് പ്രൈസസ് കാൽക്കുലേറ്റ് സെയിൽസ് റവന്യൂ റിക്വയർഡ് ഫോർ ദി കമ്പനി ടു അച്ചീവ് CEO's target profit and discuss the feasibility of this profit target. ടാർഗറ്റ് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാനുള്ള റവന്യൂ എത്രയാണ്, അതിൽ എത്രത്തോളം ഫീസിബിൾ ആണ്, ആ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ തന്നെ സെക്കൻഡ് റിക്വയർമെന്റ്, എക്സ്പ്ലെയിൻ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇൻക്രീസിംഗ് ദ സെയിൽസ് വോളിയം ഓൺ ദി ജംബോ ഓൺ ദി ഓവറോൾ വെയ്റ്റഡ് ആവറേജ് കോൺട്രിബ്യൂഷൻ ടു CS റേഷ്യോ ആൻഡ് CVP അനാലിസിസ് യു ഹാവ് ഓൾറെഡി പെർഫോംഡ് ഫോർ ദി കമ്പനി. ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽസ് വോളിയം കൂടിയാൽ അത് വെയ്റ്റഡ് ആവറേജ് CS റേഷ്യോനെയും മൊത്തം CVP അനാലിസിസിനെയും എങ്ങനെ എഫക്ട് ചെയ്യും, അതിന്റെ ക്വസ്റ്റ്യൻ. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഡിസ്കസ് 2 ലിമിറ്റേഷൻസ് ഓഫ് CVP അനാലിസിസ് ഫോർ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യുക. അപ്പോൾ സിനാരിയോ ഒന്നും നോക്കാതെ വളരെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് റിക്വയർമെന്റ് ഡി എന്ന് പറയുന്നത്. CVPയുടെ ലിമിറ്റേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. നമ്മൾ ഓൾറെഡി CVPയുടെ ലിമിറ്റേഷൻസ് പഠിക്കുന്നുണ്ട്. CVPയിലെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ CVPയിൽ നമ്മൾ കുറെ അസംഷൻസ് എടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഞാൻ ഡയറക്റ്റ്ലി അത് ആദ്യം ഡിസ്കസ് ചെയ്യണം. നിങ്ങൾ എക്സാമിന് ഈ ഒരു അപ്രോച്ച് എടുക്കണം. ഇപ്പം ഒരു സെക്ഷൻ ബിയിൽ ഞാൻ പറഞ്ഞു തിയറി ക്വസ്റ്റ്യൻ ചിലപ്പോൾ ആദ്യം ആൻസർ ചെയ്യാൻ പറ്റും. സെക്ഷൻ ബിയിൽ, സെക്ഷൻ സിയിലേക്ക് വരുമ്പം ഇതേപോലെ തന്നെ ഈസി ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ആദ്യം ആൻസർ ചെയ്യാം. ഇപ്പം എപ്പോഴും തിയറി ലാസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് മാറ്റി വെക്കണം. ഇപ്പം ഭയങ്കര ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ആണെങ്കിലും ഓക്കെ, നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന നോക്കി, കാരണം ചിലപ്പം എഴുതി വരുമ്പോൾ കുറെ ടൈം എടുക്കും. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ ചില കാൽക്കുലേഷൻസ് വളരെ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ CVPയുടെ ലിമിറ്റേഷൻ, ഒരു ഡൗട്ട് ചോദിച്ചത്, എല്ലാം കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ വാലിഡ് മാർക്ക് കിട്ടുമോ? എല്ലാം കോൺസ്റ്റന്റ് മീൻസ് നമ്മൾ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയാം. ലൈക്ക് അതിലെ ഇപ്പം മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അസംഷനിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഒന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത് എന്തൊക്കെയാണ്.
നമ്മൾ അസ്യൂം ചെയ്യുന്ന ഫിക്സഡ് കോസ്റ്റുകൾ നോർമലി കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. അതുപോലെ സെല്ലിംഗ് പ്രൈസ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. സെയിൽസ് മിക്സ് കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ ഒന്നിച്ച് പറയണമെന്നില്ല, ഒന്നോ രണ്ടോ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ലിമിറ്റേഷനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഏതെങ്കിലും ഒരു കാര്യം കോൺസ്റ്റന്റ് ആണെന്നുള്ള പോയിന്റ് പറയാം. എസ്പെഷ്യലി മൾട്ടി പ്രൊഡക്റ്റിൽ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ പറയാം, മൾട്ടി പ്രൊഡക്റ്റിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് സെയിൽസ് മിക്സ് ഉണ്ടെന്നുള്ളതാണ് അസംഷൻ. എന്താ കോൺസ്റ്റന്റ് സെയിൽസ് മിക്സ്? നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു റേഷ്യോയിലായിരിക്കും ഇത് സെയിൽ ചെയ്യുക എന്നുള്ളതാണ് അസംഷൻ. ബട്ട് പ്രാക്ടിക്കലി അങ്ങനെ ആവണമെന്നില്ല. മേ ബി അതർ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് ഇത് ചേഞ്ച് ആവാം. അപ്പം അതൊരു ലിമിറ്റേഷൻ ആണ്, സി വി പിയുടെ ഒരു ലിമിറ്റേഷൻ ആണ്. പിന്നൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് നേച്ചർ. കോസ്റ്റ് നേച്ചർ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഫിക്സഡ് വേരിയബിൾ കോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അതായത് അതിൽ സ്റ്റെപ്പ് അപ്പ് എമൗണ്ടുകളൊന്നും നമ്മൾ അധികം എക്സ്പെക്ട് ചെയ്യുന്നില്ല. കൂടുതലും ഫിക്സഡ് വേരിയബിൾ നേച്ചറിലാണ്. കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് വേരിയബിൾ നേച്ചറിലാണ് നിൽക്കുന്നത് എന്നാണ് മറ്റൊരു അസംഷൻ നമ്മൾ എടുക്കുന്നത്. പിന്നൊരു അസംഷൻ, ഇതിൽ ഏതെങ്കിലും രണ്ട് പോയിന്റ് പറഞ്ഞാൽ മതി. പിന്നൊരു അസംഷൻ, പ്രൊഡക്ഷനും സെയിൽസും ഈക്വൽ ആണ്. നമ്മൾ ഇൻവെന്ററീസ്, ഓപ്പണിംഗ് ഇൻവെന്ററി, ക്ലോസിംഗ് ഇൻവെന്ററി ഇല്ല. നമ്മുടെ പ്രൊഡക്ഷൻ ലെവൽസോ സെയിൽസും ഈക്വൽ ആണെന്നുള്ളതാണ് മറ്റൊരു അസംഷൻ നമ്മൾ എടുക്കുന്നത്. പിന്നെ പ്രൊഡക്ടിവിറ്റി ലെവൽസ്, എഫിഷ്യൻസി ലെവൽസ്, ഇതൊക്കെ കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും രണ്ട് ലിമിറ്റേഷൻ നമ്മൾ സിലബസിൽ ഡയറക്ട്ലി സി വി പിയുടെ ലിമിറ്റേഷൻസ് പഠിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും രണ്ട് പോയിന്റ് അവിടെ ഡിസ്കസ് ചെയ്താൽ മതി. രണ്ട് പോയിന്റിന് 4 മാർക്സ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ജസ്റ്റ് ഒരു ബുള്ളറ്റ് പോയിന്റ് ഇട്ട് എഴുതിയാൽ പോരാ, ഒരു ഒന്നോ രണ്ടോ സെന്റൻസ്, രണ്ട് സെന്റൻസ് എങ്കിലും മിനിമം വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക, എഴുതുക. അപ്പോൾ അത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, അതിൽ കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കും. ഞാനത് ടൈപ്പ് ചെയ്യുന്നില്ല, എന്താണ് ആൻസർ എന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോവാണ്. പിന്നെ നമുക്ക് വേണ്ടത് റിക്വയർഡ് എ ആണ്. പിന്നെ ഈസി ആയിട്ടുള്ള റിക്വയർമെന്റ് എന്ന് പറയുന്നത്, കാരണം എന്താ, 3 പ്രൊഡക്റ്റിനെയും CS റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, അപ്പം ക്വസ്റ്റ്യൻ്റെ ഔട്ട്ലൈൻ പറഞ്ഞിട്ട് പോവാം. ക്വസ്റ്റ്യനിൽ നമ്മൾ വാഷിംഗ് മെഷീൻസ് ആണ് സെയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമുക്ക് 3 ഡിഫറെന്റ് മോഡൽസ് ഉണ്ട്. വർക്ക് ഹോസ്, പ്രിസ്ട്രീൻ ആൻഡ് ജംബോ എന്ന് പറയുന്ന 3 മോഡൽസ് ഉണ്ടെന്ന് പറഞ്ഞു. മൂന്നിന്റെയും സെല്ലിംഗ് പ്രൈസ്, വേരിയബിൾ കോസ്റ്റ്, ഓവർ ഹെഡ് അലോക്കേഷൻ ഡയറക്ട്ലി തന്നു. നമ്മളായിട്ട് വേരിയബിൾ കോസ്റ്റ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ട. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരും നമ്മൾ വേരിയബിൾ എമൗണ്ട് കറക്റ്റ് കാൽക്കുലേറ്റ്, ഇവിടെ അതൊന്നും വേണ്ട, ഡയറക്ട്ലി തന്നു. ഓവർ ഹെഡ് അലോക്കേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, കംപ്ലീറ്റ്ലി ഫിക്സഡ് കോസ്റ്റ് ആണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 1.375 മില്യൺ ആണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വരുന്നത്. പിന്നെ എക്സ്പെക്ടഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയറിലെ അതേ എമൗണ്ട്സ് അതിന്റെ ബേസിൽ തന്നെയാണ് നമ്മൾ മിക്സ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുള്ള ഒരു അസംഷനിലാണ്. പിന്നെ സിഇഒയുടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. പോയിന്റ് പറയുന്നത് പ്രോഫിറ്റ് ടാർഗറ്റ് ഒരു 200,000 കൊണ്ടുവരാമെന്നുള്ളതാണ് സിഇഒയുടെ പോയിന്റ് ഓഫ് വ്യൂ. പിന്നെ സിഇഒയുടെ ഒരു മീറ്റിംഗിന്റെ എക്സ്ട്രാക്ഷൻ ആണ് പറഞ്ഞതിൽ ഓപ്പറേഷൻസ് ഡയറക്ടർ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ കറന്റ് 80% കപ്പാസിറ്റി മാത്രമേ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. അതാണ് ഒരു പോയിന്റ് പറയുന്നത്. പിന്നെ മാർക്കറ്റിംഗ് ഡയറക്ടർ പറയുന്നത് ഇങ്ങനെയാണ്: ഏകദേശം നമ്മുടെ മാർക്കറ്റ് മെച്യൂർ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇനി വലിയ ഗ്രോത്ത് ഇല്ല എന്നുള്ളതാണ് മാർക്കറ്റിംഗ് ഡയറക്ടർ പറയുന്നത്. ബട്ട് വേണമെങ്കിൽ ജംബോ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് കൂടുതൽ സെയിൽസ് ഉണ്ട്, അപ്പോൾ അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന ഒരു പോയിന്റ് പറഞ്ഞു. വേണമെങ്കിൽ പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ജംബോന്റെ വോളിയം ഇൻക്രീസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മാർക്കറ്റിംഗ് ഡയറക്ടർ പറഞ്ഞു. അപ്പം ക്വസ്റ്റ്യൻ ഒരു ഔട്ട്ലൈൻ ഏകദേശം ഓക്കെയാണ്. അതിൽ ഫസ്റ്റ് റിക്വയർഡ്, അതായത് CS റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് ഇല്ലേ. സാധാരണ നമ്മൾ പലപ്പോഴും കുറെ വായിച്ച് കുറെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എത്താൻ. ഇത് അതൊന്നും വേണ്ട, ഡയറക്ട്ലി സെല്ലിംഗ് പ്രൈസും വേരിയബിൾ കോസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതും ഒരു ഈസി മാർക്കായിരുന്നു. നമ്മൾ എക്സലിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 3 പ്രൊഡക്റ്റ് ആയിരുന്നു, 3 പ്രൊഡക്റ്റിനെയും CS റേഷ്യോ വേണം. പിന്നെ കമ്പനിയുടെ മൊത്തം വെയിറ്റ് ആവറേജ് CS റേഷ്യോയും വേണം. അപ്പൊ നമുക്ക് ആദ്യം 3 പ്രൊഡക്റ്റിനെയും സെല്ലിംഗ് പ്രൈസ് എടുക്കാം. ഡയറക്ട്ലി ഇക്വേഷനിൽ തന്നു. സെല്ലിംഗ് പ്രൈസ് വരുന്നത് 400, 600, 1,250. അതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വരുന്നത്. വേരിയബിൾ കോസ്റ്റ് ഡയറക്ട്ലി തന്നു. അതിനകത്ത് ഒരു കാൽക്കുലേഷനിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. 170, 230, 580. 170, 230, 580. അപ്പൊ ഡയറക്ട്ലി നമുക്ക് അതിന്റെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. പ്രൊഡക്ട്സിന്റെ കോൺട്രിബ്യൂഷൻ, 3 പ്രൊഡക്റ്റിനെയും കോൺട്രിബ്യൂഷൻ കിട്ടുന്നു. വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഡയറക്ട്ലി നമുക്ക് 3 പ്രൊഡക്റ്റിനെയും CS റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻഡിവിജ്വലി ഓരോ പ്രൊഡക്റ്റിനെയും കോൺട്രിബ്യൂഷൻ ബൈ സെല്ലിംഗ് പ്രൈസ് ചെയ്താൽ നമുക്ക് CS റേഷ്യോ കിട്ടും. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള റവന്യൂ കോൺട്രിബ്യൂഷൻ എടുത്ത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പം കമ്പനിയുടെ വെയിറ്റ് ആവറേജ് CS റേഷ്യോ എടുക്കാൻ പറഞ്ഞുകൊണ്ട് യൂണിറ്റ്സ് വെച്ച് ആ മിക്സിനനുസരിച്ച് എടുക്കണം.
മിക്സിനനുസരിച്ച് എടുക്കാം, അല്ലെങ്കിൽ ടോട്ടൽ യൂണിറ്റ്സ് വെച്ച് എങ്ങനെ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം മിക്സ് എന്ന് പറയുമ്പോൾ യൂണിറ്റ്സ് വന്നിരിക്കുന്നത് 2000, 1200, 800 ആണ്. അപ്പം 1.28 സോറി 0.8 എന്ന രീതിയിൽ, അല്ലെങ്കിൽ 20, 12, 8 എന്ന രീതിയിൽ വേണമെങ്കിൽ റേഷ്യോ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ടോട്ടൽ യൂണിറ്റ്സ് വെച്ച് ചെയ്യാം. എങ്ങനെ ചെയ്താലും ഓക്കെ ആണ്. പക്ഷെ ഓൾറെഡി ഫസ്റ്റ് റിക്വയർമെന്റ് കഴിഞ്ഞ് സെക്കൻഡ് റിക്വയർമെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ടോട്ടൽ ബഡ്ജറ്റഡ് സെയിൽസ് ഒക്കെ എന്തായാലും വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ എമൗണ്ട്സ് വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ബഡ്ജറ്റഡ് യൂണിറ്റ്സ് എടുക്കുന്ന യൂണിറ്റ്സ് 2000, 1200, 800 ഇത് വെച്ച് ഓരോ പ്രൊഡക്റ്റിനും വരുന്ന കോൺട്രിബ്യൂഷനും സെയിൽസും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഉണ്ട്, ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്താൽ ഓരോ പ്രൊഡക്റ്റിൽ നിന്നുള്ള ടോട്ടൽ കോൺട്രിബ്യൂഷൻ കിട്ടും. ഇതേപോലെ ഓരോ പ്രൊഡക്റ്റിൽ നിന്ന് വരുന്ന ടോട്ടൽ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെ? സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിന്റെയും കോൺട്രിബ്യൂഷനും സെയിൽസ് റവന്യൂയും കിട്ടി. ഇനി ഇൻഡിവിജ്വൽ CS റേഷ്യോ ഇത് വെച്ച് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പെർ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ചെയ്താലും സെയിം CS റേഷ്യോയിലേക്ക് തന്നെ വരും. അപ്പം കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ്, ഓരോ പ്രൊഡക്റ്റിന്റെയും CS റേഷ്യോ കിട്ടുന്നു. അത് റൗണ്ട് ചെയ്തെടുക്കണം. 3 ഡെസിമൽസിലേക്ക്, ഡെസിമൽ പോയിന്റ് ആയിട്ട് തന്നെയാണ് ആൻസർ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. 3 ഡെസിമൽസിലേക്ക് റൗണ്ട് ചെയ്തെടുക്കണം. തീർന്നില്ല. ഇനി കമ്പനിയുടെ മൊത്തം വെയിറ്റ് ആവറേജ് CS റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ കമ്പനിയുടെ മൊത്തം കോൺട്രിബ്യൂഷൻ എടുക്കുന്നു, അതേപോലെ കമ്പനിയുടെ മൊത്തം സെയിൽസ് റവന്യൂ എടുക്കുന്നു, അതും ഇതേപോലെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഇതായിരിക്കും വെയിറ്റഡ് ആവറേജ് CS റേഷ്യോ. അപ്പോൾ നമ്മൾ എക്സൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. മൂന്ന് പ്രൊഡക്റ്റിനെയും ഒന്നുകൂടെ പറയണം, മൂന്ന് പ്രൊഡക്റ്റിനെയും സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, മൂന്ന് പ്രൊഡക്റ്റിനെയും കോൺട്രിബ്യൂഷൻ കിട്ടി. യൂണിറ്റ്സിനനുസരിച്ച് വെയിറ്റ് ആവറേജ് CS റേഷ്യോ കണ്ടുപിടിക്കാം, പിന്നെ ഇൻഡിവിജ്വൽ CS റേഷ്യോയും കിട്ടി. ഫസ്റ്റ് റിക്വയർമെന്റ് ഇത്ര തന്നെ ഉള്ളൂ. ഒന്നും കൂടെ റിക്വയർമെന്റ് വായിച്ചു നോക്കുകയാണ്, കാരണം നമ്മൾ ഒന്നും വിട്ടുപോയിട്ടുള്ളൂ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി. ഫസ്റ്റ് റിക്വയർമെന്റ് ജസ്റ്റ് പ്രൊഡക്റ്റിന്റെ ഇൻഡിവിജ്വൽ CS റേഷ്യോ, അതുപോലെ മൊത്തം വെയിറ്റ് ആവറേജ് CS റേഷ്യോ. ക്ലിയർ അല്ലേ? അതിൽ ഡെസിമൽ ഫിഗർ ആയിട്ട് എടുക്കണം, 3 ഡെസിമൽസ് പ്ലേസിലേക്ക് എടുക്കണം. അത് ഫുൾ ആയിട്ട് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് റിക്വയർമെന്റ്, റിക്വയർഡ് ബി കാൽക്കുലേറ്റ് മാർജിൻ ഓഫ് സേഫ്റ്റി ആസ് എ പെർസെൻറ്റേജ്. മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യണം, പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തൊക്കെ വേണം? ഇക്വേഷൻ അറിയാം, പെർസെൻറ്റേജ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബഡ്ജറ്റഡ് സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് സെയിൽസ് ഇൻറ്റു 100, ഇതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസ് റവന്യൂ വേണം. ബ്രേക്ക് ഈവൻ സെയിൽ അതെങ്ങനെ കണ്ടുപിടിക്കും? ബ്രേക്ക് ഈവൻ സെയിൽസ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ ഇക്വേഷൻ ഒരു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ വെയിറ്റഡ് ആവറേജ് CS റേഷ്യോ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡയറക്ട്ലി ഇക്വേഷൻ തന്നിട്ടുണ്ട്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, കമ്പനിയുടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 1.375. ഇതാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റഡ് ആവറേജ് CS റേഷ്യോ. വെയിറ്റഡ് ആവറേജ് CS റേഷ്യോ എടുക്കുന്നു. അപ്പം ഇതായിരിക്കും ടോട്ടൽ ബ്രേക്ക് ഈവൻ സെയിൽസ് റവന്യൂ. ഇനി നമ്മുടെ ബഡ്ജറ്റഡ് സെയിൽസ് റവന്യൂ എത്ര? ടോട്ടൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സെയിൽസ് റവന്യൂ ഇതാണ്. അങ്ങനെയാണെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെ മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ? ബഡ്ജറ്റഡ് സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് സെയിൽസ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ കിട്ടും. കറക്റ്റ് അല്ലേ? ഇപ്പോൾ ബഡ്ജറ്റഡ് സെയിൽസ് റവന്യൂ മൈനസ് കറക്റ്റ് അല്ലേ? എമൗണ്ട്സ് ഓക്കെ. ബഡ്ജറ്റഡ് റവന്യൂ ബ്രേക്ക് ഓൺ റവന്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ബഡ്ജറ്റ് റവന്യൂ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? തീർന്നിട്ടില്ല. ഈ റിക്വയർമെന്റിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? റിക്വയർഡ് ബിയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? കമ്പനിക്ക് ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്താ? അപ്പം ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത കാര്യം ഒന്ന് ഇന്റർപ്രിറ്റ് ചെയ്യുക. ഫിക്സഡ് കോസ്റ്റിന് എമൗണ്ട് കറക്റ്റ് അല്ലേ? ഒരു ഡൗട്ട് വന്നല്ലോ. ഫിക്സഡ് കോസ്റ്റിന് എമൗണ്ട് 1375 അല്ലേ? ഇതാ ഫിക്സഡ് കോസ്റ്റ്, ആനുവൽ ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സെന്റൻസിൽ 1375. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ അത്?
ഓക്കെ ഓക്കെ യെസ്. അപ്പം മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടി, അതിന്റെ ഇംപ്ലിക്കേഷൻ പറയണം. അപ്പൊ എന്താണ് ഇംപ്ലിക്കേഷൻ? ഫസ്റ്റ് പോയിന്റ് പറയേണ്ടത് എന്താണ് അതിന്റെ മീനിങ്, എന്താണ് ആ 4.51ന്റെ മീനിങ്? മാർജിൻ ഓഫ് സേഫ്റ്റി പെർസെന്റേജ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മീനിങ് നിങ്ങളുടെ ബഡ്ജറ്റഡ് റവന്യൂ ആ പെർസെന്റേജ് 4.51% കുറഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് ഈവനിലേക്ക് എത്തും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അത്രയും പെർസെന്റേജ് നിങ്ങളുടെ എക്സ്പെക്ട് ചെയ്യുന്ന റവന്യൂ, കറണ്ട് ഇയറിന്റെ റവന്യൂ ഇത്ര കുറഞ്ഞാൽ നിങ്ങൾ നേരെ ബ്രേക്ക് ഈവൻ, അല്ലെങ്കിൽ പിന്നെ ലോസ്, അതിലും താഴെ പോയി കഴിഞ്ഞാൽ ലോസ് ആവും കമ്പനിക്ക്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, മാർജിൻ ഓഫ് സേഫ്റ്റി വളരെ ചെറിയൊരു ഫിഗർ ആണ്. അത് ജസ്റ്റ് 4%, അല്ലെങ്കിൽ 4.5% റെഡ്യൂസ് ആയാൽ നിങ്ങൾ നേരെ ബ്രേക്ക് ഈവനിൽ നിന്ന് എത്തും എന്ന് പറയുന്ന ഒരു ഭയങ്കര റിസ്കി സിറ്റുവേഷൻ ആണ്. അപ്പൊ അതൊരു കൺസേൺ ആണ് ശരിക്കും. ആ വാല്യൂ കാണുമ്പോൾ അതൊരു കൺസേൺ ആണ് വരേണ്ടത്. കാരണം എന്താ, അത്രയും ചെറിയ പെർസെന്റേജ് ആണ്. ചെറിയൊരു ചേഞ്ച് വന്നാൽ പോലും, എന്തെങ്കിലും അൺസർട്ടനിറ്റി അല്ലെങ്കിൽ മാർക്കറ്റ് ചേഞ്ചസ് വന്നാൽ നമ്മുടെ പ്രോഫിറ്റ് ഫുൾ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ലോസ് സിറ്റുവേഷനിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതാണ് അതിന്റെ ഇംപ്ലിക്കേഷൻ, മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇംപ്ലിക്കേഷൻ. ദെൻ മാർജിൻ ഓഫ് സേഫ്റ്റി 1 ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്തെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് അങ്ങനെ തന്നെ കാണിക്കണം. ഓക്കെ, ഇനി റിക്വയർഡ് സി, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബേസ്ഡ് ഓൺ ദി കറന്റ് എമൗണ്ട്സ് കാൽക്കുലേറ്റ് സെയിൽസ് റവന്യൂ റിക്വയർഡ് ടു അച്ചീവ് ദി ടാർഗറ്റ് പ്രോഫിറ്റ് ആൻഡ് ദി ഫീസിബിലിറ്റി ഓഫ് ദിസ് ടാർഗറ്റ് പ്രോഫിറ്റ്. അപ്പോൾ സിഇഒ ഒരു ടാർഗറ്റ് പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്, അത് അച്ചീവ് ചെയ്യാൻ വേണ്ട റവന്യൂ എത്രയാണ്. അപ്പം നമ്മൾ ടാർഗറ്റ് പ്രോഫിറ്റ് ക്വസ്റ്റ്യൻ ഓൾറെഡി ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ടാർഗറ്റ് പ്രോഫിറ്റിന്റെ എമൗണ്ട് വരുന്നത് എത്രയാണ്? ടാർഗറ്റ് പ്രോഫിറ്റ് 200,000 ആണ്. അപ്പൊ നമുക്കറിയാം ടാർഗറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാനുള്ള റവന്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടാർഗറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ CS റേഷ്യോ. അപ്പൊ നമുക്ക് ഡയറക്ട്ലി റവന്യൂ കിട്ടും. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് 1375 പ്ലസ് ടാർഗറ്റ് പ്രോഫിറ്റ് 200,000 ഡിവൈഡഡ് ബൈ വെയ്റ്റ് ആവറേജ് CS റേഷ്യോ ചെയ്താൽ ഇതായിരിക്കും നമ്മൾ ടോട്ടൽ വേണ്ട റവന്യൂ എന്ന് പറയുന്നത്. ടോട്ടൽ റവന്യൂ, ആ ടാർഗറ്റ് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ നമുക്ക് വേണ്ട സെയിൽസ് റവന്യൂ. ക്ലിയർ അല്ലേ? ജസ്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ടാർഗറ്റ് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാനുള്ള റവന്യൂ ആണ് ചോദിച്ചത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട് പ്ലസ് ടാർഗറ്റ് പ്രോഫിറ്റ് ബൈ വെയ്റ്റ് ആവറേജ് CS റേഷ്യോ ചെയ്യുന്നു. സോ ടോട്ടൽ ഇതാണ് നമുക്ക് വേണ്ട സെയിൽസ് റവന്യൂ, ആ ടാർഗറ്റ് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ. അത് കാൽക്കുലേറ്റ് ചെയ്തു. ബട്ട് ഒരു റിക്വയർമെന്റ് കൂടെ അതിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താ അതിന്റെ ഫീസിബിലിറ്റി, ഇത് എത്രത്തോളം ഫീസിബിൾ ആണ്. അപ്പൊ ഇത് നടക്കും, ഫീസിബിൾ എന്ന് വെച്ചാൽ എന്താ, ഇത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളതാണ് ചോദിക്കുന്നത്. നടക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യന്റെ മീനിങ്. ഒരു ഡൗട്ട്, സെല്ലിൽ ഒന്നും കൂടെ കാണിക്കണം എന്ന് പറയുന്നത് ഇതാ. ക്ലിയർ അല്ലേ കാൽക്കുലേഷൻ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കാൽക്കുലേറ്ററിൽ സെയിം ആൻസർ കിട്ടുന്നില്ലേ? ഒന്ന് ചെക്ക് ചെയ്യാവോ? ഒരാൾ കാൽക്കുലേറ്ററിൽ സെയിം ആൻസർ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് പറയാമോ ബാക്കിയുള്ളവര്? അങ്ങനെ വരേണ്ടതല്ല. അതില് ചെറിയ ഡിഫറൻസ് ഇതുകൊണ്ടായിരിക്കും. മേ ബി നമ്മളവിടെ റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ ഡിഫറൻസ് ആയിരിക്കുമേ. നമ്മൾ കറക്റ്റ് 0.571 ചെയ്യുവാണെങ്കിൽ ഇതായിരിക്കും ആൻസർ വരിക. അപ്പൊ കറക്റ്റ് അല്ലേ? ഇവിടെയും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം, റൗണ്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഓക്കെ ആണോ? യെസ്, അത് നമ്മൾ ആ വെയിറ്റ് ആവറേജ് CS റേഷ്യോ നമ്മൾ 3 ഡെസിമൽസിലാണ് നമ്മൾ പറഞ്ഞതെങ്കിലും ആ ഫുൾ വാല്യൂ എടുത്തിട്ടാണ് ഇവിടെ കാൽക്കുലേഷൻ, സെല്ല് സെലക്ട് ചെയ്തല്ലേ നമ്മൾ ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് ആ ചെറിയ റൗണ്ടിങ് ഓഫ് ഡിഫറൻസ് വന്നിട്ടുണ്ടാവുക കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോഴും ഇവിടെയും. അപ്പൊ ശരിക്കും നമ്മൾ ആ 0.571 മാത്രം എടുത്ത് തന്നെയാണ് ചെയ്യേണ്ടത്. അവർ പറഞ്ഞ, അല്ലെങ്കിൽ നമ്മളോട് റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞു, ആ വാല്യൂ വെച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റിയിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ.
യെസ്, ഇപ്പൊ ക്ലിയർ അല്ലേ അത്? അപ്പം ഇപ്പൊ കിട്ടിയ ആൻസറിന്റെ ഫീസിബിലിറ്റി ആണ് ചോദിച്ചിരുന്നത്. ഫീസിബിൾ ആണെന്ന് വെച്ചാൽ ഇത് നടക്കുമോ അല്ലെങ്കിൽ ഇത് പോസിബിൾ ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് റവന്യൂ ഈ ഒരു എമൗണ്ട് അച്ചീവബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഓൾറെഡി നമ്മുടെ ബഡ്ജറ്റ് റവന്യൂകൾ നോക്കുക. ഇപ്പൊ നമ്മൾ ബഡ്ജറ്റ് ചെയ്തേക്കുന്ന ഇതാണ് എമൗണ്ട്. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ സെയിൽസ് അപ്പൊ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യണമെന്ന് നോക്കിയേ. അതായത് ഇപ്പൊ നമ്മൾ ബഡ്ജറ്റ് ചെയ്തേക്കാളും ഇപ്പൊ നമ്മൾ ബഡ്ജറ്റ് ചെയ്തതിനേക്കാളും മൊത്തം നമ്മുടെ സെയിൽസ് റവന്യൂ എന്ത് ചെയ്യണം, ഇത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യേണ്ടി വരും ഓവറോൾ പറയുകയാണെങ്കിൽ മൊത്തം റവന്യൂന്റെ. ഇപ്പം ഓൾറെഡി നമ്മുടെ മാർക്കറ്റ് കുറച്ച് മെച്ചുവർ ആണെന്ന് ക്വസ്റ്റനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മെച്ചുവർ ആയിട്ടൊരു മാർക്കറ്റിൽ ഇത്രയും നമ്മുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഓൾറെഡി ആ മാർക്കറ്റ് മെച്ചുവർ ആണ്, നമുക്ക് ഡിമാൻഡ് അധികം ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു പോയിന്റിൽ ഇത് അത്ര ഈസിലി അച്ചീവബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ല. ബട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ക്വസ്റ്റനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ക്വസ്റ്റനിൽ നമ്മുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി അതിന്റെ 80% കറന്റ് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഇസ് 20% ഇനി നമുക്ക് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ പ്രൊഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇനി കൂട്ടാൻ പറ്റും. പ്രൊഡക്ഷൻ 100% ഇതുവരെ യൂട്ടിലൈസ് ചെയ്തില്ല. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇനി ഡിമാൻഡ് വന്നാലും നമുക്കത് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ പ്രൊഡക്ഷൻ ടീമിനുണ്ട്. പക്ഷേ ഡിമാൻഡ് ഇത്രയും റൈസ് ചെയ്യാൻ പറ്റും, കാരണം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഓൾറെഡി എന്ത് പറഞ്ഞു, ഓൾറെഡി അതൊരു മെച്ചുവർ മാർക്കറ്റ് ആയി എന്നുള്ള രീതി പറഞ്ഞു. അപ്പം അത് ഒരു കൺസേൺ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഫീസിബിൾ ആണെന്നോ ഫീസിബിൾ അല്ലെന്നോ അല്ല, അതിന്റെ രണ്ട് പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ഇത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കാരണം ഓൾറെഡി 80% യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. ബട്ട് സെയിൽസിലോട്ട് വരുമ്പം ഇത്രയും റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു കൺസേൺ, കാരണം ഓൾറെഡി മാർക്കറ്റ് കുറച്ച് മെച്ചർ ആണ് എന്ന് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡിസ്കസ് ചെയ്യാം. ദെൻ അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു, ഒരു തിയറി ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇൻക്രീസിംഗ് സെയിൽസ് വോളിയം ഓഫ് ദി ജംബോ ഓൺ ദി ഓവറോൾ വെയിറ്റ് ആവറേജ് CS റേഷ്യോ ആൻഡ് CVP അനാലിസിസ്. നിങ്ങൾ ജംബോന്റെ സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്താൽ ഉണ്ടാവുന്ന ഇംപ്ലിക്കേഷൻ എന്താണ്? അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ 3 പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മളിപ്പം CVP ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് വെയിറ്റ് ആവറേജ് CS റേഷ്യോ ഈ എമൗണ്ട് വെച്ചിട്ടാണ്. അപ്പൊ ഈ 3 പ്രൊഡക്റ്റിനെയും CS റേഷ്യോന്റെ ഒരു വെയിറ്റ് ആവറേജ് ആണ് 0.571 എന്ന് പറയുന്നത്. എന്ത് സംഭവിക്കും? നമ്മുടെ ജംബോന്റെ വോളിയം കൂടിക്കഴിഞ്ഞാൽ ജംബോന്റെ യൂണിറ്റ്സ് കൂടി എന്ന് വിചാരിക്കും. ഞാൻ ജസ്റ്റ് നമ്പർ ഒന്ന് മാറ്റി ചെയ്യാണ്, അതായത് നിങ്ങൾക്ക് ആ ഇമ്പാക്ട് മനസ്സിലാവാൻ. ഞാൻ ജംബോന്റെ യൂണിറ്റ്സ് കൂട്ടാണ്. ഇപ്പൊ 800 ആണ് യൂണിറ്റ്സ്. അപ്പം ആ വെയിറ്റഡ് ആവറേജ് CS റേഷ്യോയിൽ ഉണ്ടാവുന്ന ഇമ്പാക്ട് എത്രയാന്ന് നോക്കാം. അപ്പം ബഡ്ജറ്റഡ് യൂണിറ്റ്സ് കറന്റ് 800 ആണ്. ഞാൻ അതൊരു 1500 ചുമ്മാ ഇടുകയാണ്, 1500 ആക്കിയാൽ നമ്മുടെ വെയിറ്റഡ് ആവറേജ് CS റേഷ്യോ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. വെയിറ്റഡ് ആവറേജ് CS റേഷ്യോ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാ നോക്കുക, 0.571 ആയിരുന്നു. നമ്മൾ ജംബോന്റെ യൂണിറ്റ്സ് കൂട്ടുമ്പം വെയിറ്റ് ആവറേജ് CS റേഷ്യോ കുറയും. എന്തുകൊണ്ടാണ് കുറയുന്നത്? ഇത് നമ്പർ ഇട്ട് തന്നെ ചെയ്യണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ ചെയ്താണ്. അതായത് 3 പ്രൊഡക്ട്സിൽ CS റേഷ്യോ നോക്കുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഉള്ളത് 0.536 ആണ്. അതാണ് ജംബോ. അതായത് ഏറ്റവും CS റേഷ്യോ കുറവുള്ള പ്രൊഡക്റ്റ് ആണ് ജംബോ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ വോളിയം കൂടുന്തോറും നമ്മുടെ വെയിറ്റഡ് ആവറേജ് CS റേഷ്യോ കുറയാണ് ചെയ്യണം. ഓൾറെഡി ജംബോന്റെ CS റേഷ്യോ കുറവാണ്. അപ്പൊ അത് നിങ്ങളുടെ മിക്സിൽ കയറി വരും തോറും വെയിറ്റഡ് ആവറേജ് CS റേഷ്യോ കുറയും. വെയിറ്റഡ് ആവറേജ് CS റേഷ്യോ കുറഞ്ഞാൽ ബ്രേക്ക് ഈവൻ സെയിൽസ് റവന്യൂ എന്ത് പറ്റും നോക്കിയേ. ബ്രേക്ക് ഈവൻ സെയിൽസ് റവന്യൂ ഇപ്പം 800 യൂണിറ്റ്സ് ആണെങ്കിൽ, ശ്രദ്ധിച്ചിരിക്കണം, 800 യൂണിറ്റ്സ് ആണെങ്കിൽ ഇതാണ് ബ്രേക്ക് ഈവൻ റവന്യൂ എന്ന് വിചാരിക്കുക. നമ്മൾ ഒരു 1500 ആക്കിയാൽ ബ്രേക്ക് ഈവൻ റവന്യൂ എന്തായി? കൂടിയില്ലേ? 240 ആയിരുന്നത് 244 ആയി. അപ്പൊ എന്തായി? നമ്മുടെ ബ്രേക്ക് ഈവൻ റവന്യൂ കൂടും. കറക്റ്റ് ആണോ? അപ്പൊ എന്തൊക്കെ ചേഞ്ച് പറഞ്ഞു? നമ്മുടെ ജംബോന്റെ യൂണിറ്റ്സ് കൂടി കഴിഞ്ഞാൽ വെയിറ്റഡ് ആവറേജ് CS റേഷ്യോ കുറയും.
വെയിറ്റ് ആവറേജ് സി എസ് റേഷ്യോ കുറയുമ്പോൾ എന്ത് പറ്റും? ബ്രേക്ക് ഈവൻ സെയിൽസ് റവന്യൂ കൂടെ എന്ന് വെച്ചാൽ ബ്രേക്ക് ഈവൺ ആവാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ യൂണിറ്റ്സ്, കൂടുതൽ സെയിൽസ് കൊണ്ടുവരേണ്ടി വരും. അതേ ഇമ്പാക്ട് തന്നെ ടാർഗറ്റ് പ്രോഫിറ്റിലും വരാം. അപ്പൊ നമ്മൾ മൊത്തത്തിൽ കൂടുതൽ യൂണിറ്റ്സ് വിറ്റാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബ്രേക്ക് ഈവൻ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതിനകത്ത് റിസ്ക് എന്ന് പറയുന്നത്, എങ്ങനെയാണ് നമുക്ക് വോളിയം കൂട്ടാൻ പറ്റുക? വോളിയം കൂട്ടണമെങ്കിൽ എന്ത് കുറയ്ക്കേണ്ടി വരും? പ്രൈസ് കുറയ്ക്കേണ്ടി വരും. ജംബോന്റെ പ്രൈസ് കുറച്ചിട്ട് വോളിയം കൂട്ടാനാണ്. പ്രൈസ് കുറയ്ക്കുമ്പോൾ വീണ്ടും സി എസ് റേഷ്യോ എന്താവും? ഒന്നുകൂടെ വേഴ്സ് ആവില്ലേ? ഓൾറെഡി ഇപ്പോൾ ഉള്ളൊരു പ്രൈസിൽ നിന്ന് പിന്നെ പ്രൈസ് കുറച്ചാൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കുറയും. അപ്പോൾ വീണ്ടും സി എസ് റേഷ്യോ കുറയും. സി എസ് റേഷ്യോ കുറയുന്നതിനനുസരിച്ച് ഓവറോൾ വെയിറ്റ് ആവറേജ് സി എസ് റേഷ്യോ കുറയും. ബ്രേക്ക് ഈവൻ സെയിൽസ് വീണ്ടും കൂടും. അപ്പം എന്ത് സംഭവിക്കും? പ്രൊഡക്റ്റിന്റെ ജംബോന്റെ വോളിയം കൂടിയാൽ വെയിറ്റ് ആവറേജ് സി എസ് റേഷ്യോ കുറയും. ബ്രേക്ക് ഈവൻ സെയിൽസ് അല്ലെങ്കിൽ ടാർഗറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാനുള്ള റവന്യൂ വീണ്ടും കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി പ്രൈസ് കുറച്ചിട്ടാണെങ്കിൽ ആ സിറ്റുവേഷൻ കുറച്ചുകൂടെ വേഴ്സ് ആവും. അപ്പം ഇതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റുക. ഇത്രയല്ലേ ഉള്ളൂ അതിനകത്ത്. പിന്നെ ലാസ്റ്റ് റിക്വയർമെന്റ് നമ്മൾ പറഞ്ഞതാണ്. സോ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരാം. സോ ഇത് റീസെന്റ് ആയിട്ട് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സി വി പി ആണ് അതിനകത്ത് ടോപ്പിക് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിൽ കുറെ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇമ്പാക്റ്റും കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന്റെ തിയറി പാർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്ന് തന്നെ ഇതിന്റെ എക്സാമിനറിന്റെ ആൻസർ ഇതേ ഫയലിൽ തന്നെ ഞാൻ ഫയൽ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഇതേ ഫയലിൽ തന്നെ എക്സാമിനർ ആൻസർ ഉണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ കൂടെ ഒന്ന് നോക്കുക നിങ്ങൾ. എങ്ങനെയാണ് ആൻസർ പ്രസന്റ് ചെയ്ത് നമ്മൾ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു. എക്സാമിനർ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് വായിച്ചു നോക്കണം. അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തു? നമ്മുടെ എക്സാമിനേഴ്സ് റിപ്പോർട്ട്സിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിനേഴ്സ് റിപ്പോർട്ട്സിലെ സെക്ഷൻ എ, സെക്ഷൻ ബി ഉള്ളത് മുഴുവൻ ഡിസ്കസ് ചെയ്തു. സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണമാണ് ഉള്ളത്. ഒരു തവണ റിലീസ് ചെയ്യുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും. അതിൽ ഒരെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരെണ്ണം കൂടെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് ഇത് നമ്മൾ അടുത്ത ദിവസങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇതേ ഒരു പ്രോസസ് ആയിരിക്കും അടുത്ത ദിവസങ്ങളിലേക്ക് ഉണ്ടാവുക. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൽ. നമുക്ക് അതിനനുസരിച്ച് വേണമെങ്കിൽ എന്തെങ്കിലും മാറ്റാം. ടോപ്പിക്സിൽ എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിക്സ് ഒന്നും കൂടെ ഇപ്പം നോർമലി ക്വസ്റ്റ്യൻസിന് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഇൻ കേസ് ഏതെങ്കിലും ടോപ്പിക്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. ഇത് കൂടാതെ ടോട്ടൽ നമ്മുടെ ടോട്ടൽ ടോപ്പിക്സിന്റെ റിവിഷൻ നമുക്ക് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും എന്ത് ചെയ്യാം, എടുത്ത് കാണാം. ദെൻ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഡൗട്ട് ആണോ ചോദിച്ചിരിക്കുന്നത്? ഒന്ന് പറയാവോ? മാർജിൻ ഓഫ് സേഫ്റ്റി ആണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഇത് ക്ലിയർ ആയില്ല. മാർജിൻ ഓഫ് സേഫ്റ്റി ഫീസിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഡൗട്ട് ഇതായിരുന്നു. ഫീസിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്തുകൊണ്ട് ബ്രേക്ക് ഈവൻ സെയിൽസ് അല്ലല്ലോ നമ്മൾ എടുത്തത് ഫീസിബിലിറ്റി ഡിസ്കസ് ചെയ്യാൻ? ഓ സോറി ഫീസിബിലിറ്റി ഡിസ്കസ് ചെയ്യാൻ നമ്മൾ എടുക്കേണ്ടത് ബഡ്ജറ്റഡ് റവന്യൂ ആയിരുന്നേ. ഓക്കെ, ഇത് എടുത്തപ്പോൾ മാറിപ്പോയതാണ്. ബഡ്ജറ്റഡ് റവന്യൂ ആണ്. ഓക്കെ, നമ്മൾ മൊത്തത്തിൽ നമ്പേഴ്സ് മാറ്റിയതിന്റെ ഒരു പ്രശ്നമുണ്ടേ. നമ്മൾ മൊത്തത്തിൽ നമ്പേഴ്സ് ഒന്നും മാറ്റിയില്ലേ? ഞാനൊന്ന് കറക്റ്റ് ചെയ്യട്ടെ. യെസ്, ഓക്കെ. അത് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ സെല്ല് സെലക്ട് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. അതായത് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അല്ലേ? ബഡ്ജറ്റ് റവന്യൂ എന്നുള്ള ഇൻക്രീസ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ സെലക്ട് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. 9.46 ആയിരിക്കും വരിക. ക്ലിയർ അല്ലേ അത്? അതായത് ബഡ്ജറ്റഡ് റവന്യൂന്ന് എത്ര പെർസെന്റേജ് ഇൻക്രീസ് ചെയ്തു? ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ അങ്ങനെ തന്നെയാണ്. ഞാൻ സെലക്ട് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. അപ്പൊ 9.46% ആയിരിക്കും എന്ത് ആവുക? ഇൻക്രീസ് വരിക. സ്റ്റിൽ ആ മെച്ചുവർ മാർക്കറ്റിൽ അതെന്തല്ല, അത്ര ഈസിലി അച്ചീവബിൾ അല്ല. നമ്മുടെ ആൻസറിന്റെ ഡിസ്കഷൻ ഒക്കെ കറക്റ്റ് ആണ്. ആ നമ്പർ മാത്രം മാറി.
ഓക്കെ അല്ലേ? അത് ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. സോ ഓക്കെ. അപ്പം നമ്മൾ ഇന്നത്തേക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും അടുത്ത ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പ്ലസ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ റിസോഴ്സസ് ഫോക്കസ് ചെയ്യുക, ഇത്രയും റിസോഴ്സസ് കവർ ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞ ഇത്രയും റിസോഴ്സസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക പറ്റുന്ന പോലെ. ഷോർട്ട് നോട്ട്സും പിന്നെ ഈ ഡോക്യുമെന്റ്സ്, അതായത് ഇപ്പം നമ്മൾ യൂസ് ചെയ്ത റിപ്പോർട്ട്സ്, അത് എക്സാമിന് റിപ്പോർട്ടും അതുപോലെ സെക്ഷൻ സി ക്വസ്റ്റിന്റെ ഫയലൊക്കെ ഞാൻ ഗ്രൂപ്പിലേക്ക് അയക്കാം. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കണേ. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. നാളെയും ഇതേ ടൈമിൽ തന്നെ ആയിരിക്കും, നാളെയും മറ്റന്നാളും കൂടെയാണ് നമുക്ക് സെഷൻ ഉള്ളത്. ഇതേ ടൈം തന്നെ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.